സോ ഗുഡ് ഈവനിങ് ഗൈസ്. നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ബേസിക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നുള്ള ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കമ്പനി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നുള്ള ചാപ്റ്റർ ആണ്. ആക്ച്വലി ഇതൊരു സിമ്പിൾ ചാപ്റ്റർ ആണ്. ഒരുപാട് കൺസെപ്റ്റ്സും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ഐറ്റംസിനെ പറ്റി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നു. ഓക്കെ, അത്രേ ഉള്ളൂ. ദാറ്റ് മീൻസ് നമ്മുടെ ബേസിക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഒരുപാട് കാര്യങ്ങൾ ഇൻ ഡെപ്ത് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേ സാധനങ്ങൾ ഒരു കമ്പനിയിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാം, അതിനകത്ത് എന്തൊക്കെ ഐറ്റംസ് ഒക്കെയാണ് വേണ്ടത്, ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സോ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒരു ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് നേച്ചർ ഓഫ് ലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞിട്ടാണ്. സോ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മുടെ ലിമിറ്റഡ് കമ്പനിയുടെ നേച്ചറിനെ കുറിച്ചാണ് ആക്ച്വലി അവിടെ സംസാരിക്കുന്നത്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ എങ്ങനെയുള്ള കമ്പനീസ് ഒക്കെയാണ് ലിമിറ്റഡ് കമ്പനീസ്? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അതിനെ പറ്റി നോക്കാം. സോ ലിമിറ്റഡ് കമ്പനീസ് എന്ന് പറഞ്ഞാൽ സിംപ്ലി ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് എ കോമൺ ഫോം ഓഫ് പ്രൈവറ്റ് സെക്ടർ ബിസിനസ് ഓർഗനൈസേഷൻ. ഓക്കെ, എന്താണ് ലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞാൽ? ഒരു പ്രൈവറ്റ് സെക്ടർ ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. പ്രൈവറ്റ് സെക്ടർ ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, സോ ബിസിനസ് ദാറ്റ് ആർ നോട്ട് ലിമിറ്റഡ് കമ്പനീസ് ടെൻഡ് ടു ബി സ്മോൾ ഇൻ സൈസ് ആൻഡ് യൂഷ്വലി പ്രൊവൈഡ് സ്പെഷ്യലൈസ്ഡ് പ്രൊഫഷണൽ. ഓക്കെ, സോ ആക്ച്വലി ലിമിറ്റഡ് കമ്പനീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈവറ്റ് സെക്ടറുള്ള ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. അതേ സമയത്ത് നോട്ട് ലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്പെഷ്യലൈസ്ഡ് പ്രൊഫഷണൽ സർവീസ്, ഫോർ എക്സാമ്പിൾ അക്കൗണ്ടൻസ്, സോളിസിറ്റേഴ്സ്, അങ്ങനെയുള്ള സ്മോൾ സൈസ് ഉള്ള ആൾക്കാരെ നമുക്ക് എന്ത് പറയാം? നോട്ട് ലിമിറ്റഡ് കമ്പനി എന്ന് പറയാം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ലിമിറ്റഡ് കമ്പനീസിന് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടാവും? ഫസ്റ്റ് എന്ന് വെച്ചാൽ നമ്മളുടെ കമ്പനിയും അതേപോലെ തന്നെ ഓണറും സെപ്പറേറ്റ് ലീഗൽ പേഴ്സൺ ആണ്. ദാറ്റ് മീൻസ് നമ്മൾ മിനിയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ഓക്കെ, ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കൺസെപ്റ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കൺസെപ്റ്റ് പ്രകാരം ബിസിനസ്സും അതേപോലെ തന്നെ ഓണറും സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ പേഴ്സൺ ആണ്. ആക്ച്വലി അതിന്റെ മീനിങ് എന്താണ്? യെസ്, ഒരു കോൺട്രാക്റ്റിലാണ് നമ്മൾ എൻട്രി ചെയ്യുന്നതെങ്കിൽ ആ കോൺട്രാക്ട് പ്രകാരം ആ ഒരു കോൺട്രാക്ട് ആരുടെ പേരിലായിരിക്കും? കമ്പനിയുടെ പേരിലായിരിക്കും. ഇൻഡിവിജ്വൽ ഓണറിന്റെ പേരിലായിരിക്കോ? ഓണറിന്റെ പേരിൽ ആയിരിക്കില്ല. ആരുടെ പേരിലായിരിക്കും? കമ്പനിയുടെ പേരിലായിരിക്കും. അതേപോലെ തന്നെ കമ്പനിക്ക് എന്തിനുള്ള റൈറ്റ് ഉണ്ട്? സ്യൂ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതേപോലെ തന്നെ കമ്പനിയെ സ്യൂ ചെയ്യാനുള്ള റൈറ്റ് ബാക്കിയുള്ളവർക്കുണ്ട്. ബിക്കോസ് എന്താണ്? ഏതൊരു പേഴ്സണെയും നമ്മൾ സ്യൂ ചെയ്യുന്നത് പോലെയും നമുക്ക് ആരെയും സ്യൂ ചെയ്യാം? കമ്പനിയെയും സ്യൂ ചെയ്യാം. ബിക്കോസ് ഇറ്റ് ഈസ് സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ പേഴ്സൺ അല്ലെങ്കിൽ സെപ്പറേറ്റ് ലീഗൽ പേഴ്സൺ എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ അതേപോലെ തന്നെ കമ്പനിക്ക് എന്തിനുള്ള ലയബിലിറ്റി ഉണ്ടാവും? ടാക്സ് പേ ചെയ്യാനുള്ള ലയബിലിറ്റീസ് ഉണ്ടാവും. അതേപോലെ തന്നെ കമ്പനീസ് അതിന്റെ പേരിൽ തന്നെയാണ് പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന പ്രോഫിറ്റ് എലമെന്റ് ഏതായിരിക്കും? യെസ്, ടു ദി ഓണർ ഓഫ് കമ്പനി ആർ പ്രോഫിറ്റ് ആഫ്റ്റർ ഡിഡക്ടിങ് ടാക്സ്. സോ സിംപ്ലി നമ്മളുടെ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് പ്രസന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ കയ്യിലേക്ക് മൊത്തമായിട്ട് ഒരു പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, നമ്മുടെ കയ്യിലേക്ക് മൊത്തമായിട്ട് ഒരു പ്രോഫിറ്റ് കിട്ടും. ആൻഡ് ആ ഒരു പ്രോഫിറ്റിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു? ടാക്സും കാര്യങ്ങളൊക്കെ ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമാണ് നമ്മൾ എന്ത് പേ ചെയ്യാം? ഓണേഴ്സിനുള്ള ഡിവിഡൻസ് പേ ചെയ്യാം. ആൻഡ് അതിന്റെ അണ്ടർലൈൻ പ്രിൻസിപ്പിൾ ഏതാണ്? ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ഓക്കെ, സോ പിന്നീട് നമ്മൾ പറയുന്നു because a company has this legal identity separate from its owners, the way it raises capital from its owners and is accountable for its owner for the capital. ആക്ച്വലി നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓണറുടെ കയ്യിൽ നിന്നും നമ്മൾ ഇൻഡിവിജ്വലിന്റെ കയ്യിൽ നിന്നും ക്യാപിറ്റൽ വാങ്ങുന്ന സമയത്ത് അവിടെ എന്താണ്? ഒരു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്നുള്ള രീതിയിലാണ് കാണിക്കുക. ദാറ്റ് മീൻസ് ഡെബിറ്റ് ബാലൻസ് ഏതായിരിക്കും? എപ്പോഴും ക്യാഷ് അറ്റ് ബാങ്ക് ആയിരിക്കും. ക്രെഡിറ്റ് ബാലൻസ് ആയതായിരിക്കും ക്യാപിറ്റൽ അക്കൗണ്ട് ആയിരിക്കും. സോ അടുത്തത് നമുക്ക് പറയാനുള്ളത് ഷെയർ ക്യാപിറ്റലിനെ പറ്റിയിട്ടും അതേപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിനെ പറ്റിയിട്ടുമാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്തിനെ പറ്റിയിട്ട് പറയാം? ഷെയർ ക്യാപിറ്റലിനെ പറ്റിയിട്ട് പറയാം. സോ ഷെയർ ക്യാപിറ്റൽ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഒരു കമ്പനി എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇനിഷ്യലി ഒരു മാർക്കറ്റിലേക്ക് ഇറങ്ങുവാണ്. ആൻഡ് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന സമയത്ത് കമ്പനീസിന് കുറെ ഷെയർ ഹോൾഡേഴ്സ് വേണം. ഓക്കെ, അല്ലെങ്കിൽ കുറെ ഇൻഡിവിജ്വൽസിന്റെ കയ്യിൽ നിന്നും ഫണ്ട് കളക്ട് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് കമ്പനി എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈക്വൽ സൈസിന്
ഈക്വൽ സൈസിൽ അതിന്റെ ഇനീഷ്യൽ ക്യാപിറ്റൽ ഡിവൈഡ് ചെയ്യും. ഈക്വൽ സൈസിൽ ഇനീഷ്യൽ ക്യാപിറ്റൽ ഡിവൈഡ് ചെയ്യും. അങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് ഇൻഡിവിജ്വൽസിലേക്ക് എന്ത് ചെയ്യും, ഇത് ഇഷ്യൂ ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇൻഡിവിജ്വൽസിലേക്ക് ഈക്വലി ഡിവൈഡ് ചെയ്ത ഈ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്ത് കൊടുക്കും. ഓക്കെ, അല്ലെങ്കിൽ ഒന്നുകിൽ ഇൻഡിവിജ്വൽസിലേക്ക് കൊടുക്കാം, അല്ലെങ്കിൽ വേണമെങ്കിൽ കമ്പനീസ് ടു കമ്പനീസ് ട്രാൻസാക്ഷൻ നടത്താം. ആൻഡ് ഈ ഒരു ഷെയർസ് ആരാണോ വാങ്ങുന്നത്, ദാറ്റ് മീൻസ് ഈ ഒരു ഇനിഷ്യൽ ഷെയർസ് ആരാണോ വാങ്ങുന്നത് അവരെയാണ് നമ്മൾ എന്ത് പറയാ, ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയാ. ഓക്കെ, സോ ഈ ഒരു ടോട്ടൽ ക്യാപിറ്റൽ റേസ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനെ, അല്ലെങ്കിൽ ഇങ്ങനെ റേസ് ചെയ്യുന്ന ഈ ഒരു ക്യാപിറ്റലിനെ നമുക്ക് എന്ത് പറയാം, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയാം. ഓക്കെ, സോ ഹു ഈസ് ദി റിയൽ ഓണർ ഓഫ് ദി കമ്പനി, ഇറ്റ് ഈസ് ദി ഷെയർ ഹോൾഡേഴ്സ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്കൊരു ഇത് തന്നിട്ടുണ്ട്, ഓണർഷിപ്പ് ഓഫ് ദി ഷെയർസ് എൻടൈറ്റിൽഡ് ദി ഷെയർ ടു റിസീവ് പേയ്മെന്റ് ഓഫ് ദി ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓർ ഡിവിഡൻഡ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു കമ്പനികള് ഒരു 200 ഷെയർസ് ആണ് വാങ്ങുന്നതെങ്കിൽ ആ ഷെയർസിന്റെ ബേസിസിലായിരിക്കും നമുക്ക് എന്ത് കിട്ടുക, നമ്മുടെ പേയ്മെന്റും കാര്യങ്ങളൊക്കെ കിട്ടുക. 500 ഷെയർസ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ 500 ഷെയർസിന്റെ ബേസിലായിരിക്കും നമ്മുടെ പ്രോഫിറ്റും ഡിവിഡൻഡും നമുക്ക് കിട്ടുക. സോ അങ്ങനെയാണെങ്കിൽ ആക്ച്വലി നമ്മൾ ഷെയർസ് എങ്ങനെ വേണേലും ഇഷ്യൂ ചെയ്യാം. ഓക്കെ, ദാറ്റ് മീൻസ് ഫോർ എക്സാമ്പിൾ ഷെയർ നമ്മൾ എന്തായാലും ഇഷ്യൂ ചെയ്യാം ഒരു നോമിനൽ വാല്യൂവിന് അല്ലെങ്കിൽ ഒരു പാർ വാല്യൂവിനാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുക. ഓക്കെ, അതിപ്പം ഏത് എമൗണ്ടിനാവാം. ഫോർ എക്സാമ്പിൾ 10 സെന്റ്സിനാവാം, 25 സെന്റ്സിനാവാം, 50 സെന്റ്സിനാവാം, $1 അങ്ങനെ ഏത് സെന്റ്സിന് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പാർ വാല്യൂ ഇഷ്യൂ ചെയ്യാം, അല്ലെങ്കിൽ ഷെയർസ് പാർ വാല്യൂവിൽ ഇഷ്യൂ ചെയ്യും. ഓക്കെ, പക്ഷേ നമ്മൾ അങ്ങനെ ഏത് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം അവിടെ മേക്ക് ഷുവർ ചെയ്തിരിക്കണം, എല്ലാ ഷെയർസും സെയിം ക്ലാസ് അല്ലെങ്കിൽ സെയിം ടൈപ്പിലേക്കാണ് വരുന്നതെന്ന് നമ്മൾ എൻഷുർ ചെയ്തിരിക്കണം. ഫോർ എക്സാമ്പിൾ കൺസിഡർ ലൈക്ക് ദിസ്, നമ്മളൊരു 100,000 പാർ വാല്യൂ ഉള്ള ഷെയർ ക്യാപിറ്റൽ റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ $1 വെച്ചിട്ടാണ് നമ്മൾ ഓരോ ഷെയർസിന്റെയും പാർ വാല്യൂ പെർ വാല്യൂ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് എത്രയായിരിക്കും, ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ്, ടോട്ടൽ എമൗണ്ട് വന്നിരിക്കുന്നത് എത്രയാണ്, 1 ഓക്കെ, അതേപോലെ തന്നെ 1 റുപ്പീസ് വെച്ചിട്ടാണ്. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും, 100,000 തന്നെ ആയിരിക്കില്ലേ? യെസ്, നമ്മുടെ നമ്പർ ഓഫ് ഷെയർസ് എത്രയായിരിക്കും, 100,000. അതേ സമയത്ത് നമ്മളിപ്പം ഇതിന് ഒരു 50 സെന്റ്സും കാര്യങ്ങളൊക്കെയാണ്, അങ്ങനെയാണെങ്കിൽ എന്താവും, 200,000ലേക്ക് മാറും. അല്ലെങ്കിൽ ഒരു 10 സെന്റ്സ് ആണ്, ദാറ്റ് മീൻസ് 0.10 സെന്റ്സ് ആണ്, അങ്ങനെയാണെങ്കിൽ എന്തിലേക്ക് മാറും, 1 മില്യണിലേക്ക് മാറും. സോ നമ്മുടെ പെർ പാർ വാല്യൂവിന്റെ ബേസിസിലായിരിക്കും നമ്മുടെ ഷെയറിന്റെ നമ്പർ ഇൻക്രീസ് ആവുക. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് പാർ വാല്യൂ ഷെയർസും അതേപോലെ തന്നെ അവരുടെ റിലേഷൻഷിപ്പ് നോക്കാൻ. ഓക്കെ, ദി പാർ വാല്യൂ ഓഫ് ഷെയർസ് വിൽ rarely bear any relationship. ഓക്കെ, സോ നമുക്ക് അവിടെ ഒരു റിലേഷൻഷിപ്പ് നോക്കാനുണ്ട്. ആ റിലേഷൻഷിപ്പ് ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഇഷ്യൂ പ്രൈസ് അല്ലെങ്കിൽ നമ്മുടെ പാർ പ്രൈസ് അല്ലെങ്കിൽ നമ്മുടെ നോമിനൽ പ്രൈസ് എപ്പോഴും എന്തായിരിക്കും, at which the share was originally issued by the company to raise capital. Okay, so ഒന്നുകിൽ നമ്മുടെ പാർ വാല്യൂ എന്തായിരിക്കും, ഇഷ്യൂ പ്രൈസ് തന്നെയായിരിക്കും. ദാറ്റ് മീൻസ് നമ്മളുടെ കമ്പനി ഒരു ക്യാപിറ്റൽ റേസ് ചെയ്യുന്ന സമയത്ത് ഒറിജിനലി ഇഷ്യൂ ചെയ്യുന്ന ഒരു എമൗണ്ട് ഉണ്ടാവുമല്ലോ, അത് തന്നെയായിരിക്കും അതിന്റെ പാർ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുക. അല്ലെങ്കിൽ കമ്പനിയുടെ ഷെയർസ് നമ്മൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ്, റിപ്പീറ്റഡ്ലി ഷെയർ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അങ്ങനെയാണെങ്കിൽ കറന്റ് മാർക്കറ്റിൽ ആ ഒരു പ്രൈസിന് അല്ലെങ്കിൽ ആ ഒരു ഷെയറിന് ഒരു പ്രൈസ് ഉണ്ടാവും. ഓക്കെ, ദാറ്റ് മീൻസ് കറന്റ് മാർക്കറ്റിൽ ആ ഒരു ഷെയറിന് ഒരു പ്രൈസ് ഉണ്ടാവും. സോ അതിനെ നമ്മൾ എന്ത് പറയും, കറന്റ് മാർക്കറ്റ് വാല്യൂ ഓഫ് ദി ഷെയർസ് എന്ന് പറയും. സോ അങ്ങനെയാണെങ്കിൽ പാർ വാല്യൂ റിലേഷൻഷിപ്പ് പറയുന്ന സമയത്ത് നമ്മൾ 2 പോയിന്റ് കൊടുക്കുക. ഫസ്റ്റ് വൺ ഏതാണ്, ഇഷ്യൂ പ്രൈസ് അറ്റ് വിച്ച് ദി ഷെയർ വാസ് ഒറിജിനലി ഇഷ്യൂഡ് ബൈ ദി കമ്പനി ടു റേസ് ക്യാപിറ്റൽ. സെക്കൻഡ് വൺ എന്താണ്, current market value of the share if the share of the company are traded on stock market. Okay, I think you got the idea. Okay, so അങ്ങനെയാണെങ്കിൽ അടുത്ത നമുക്ക് നോക്കാനുള്ളത്, ആക്ച്വലി നമ്മൾ എപ്പോഴും ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ പാർ വാല്യൂവിൽ മാത്രമായിരിക്കില്ല, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്യൂ പ്രൈസിന് മാത്രമായിരിക്കില്ല, ആ ഒരു ഇഷ്യൂ പ്രൈസിന്റെ എബോവ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ പ്രൈസ് വരുന്നത് 1 ആണ്, അങ്ങനെയാണെങ്കിൽ നമ്മളൊരു 1.5 കോട്ട് ചെയ്തിട്ടായിരിക്കും സെല്ല് ചെയ്യുക. ദാറ്റ് മീൻസ്
1 rupees നമ്മുടെ ഷെയർ ക്യാപിറ്റൽ എന്നുള്ള രീതിയിൽ പോകും. 1.5 അതേപോലെ തന്നെ 5 നമ്മുടെ അല്ലെങ്കിൽ 0.5 നമ്മുടെ ഷെയർ പ്രീമിയം എന്നുള്ള രീതിയിലായിരിക്കും പോവുക. അത് നമ്മൾ ഡീറ്റെയിൽ നോക്കും. ഷെയർ ക്യാപിറ്റലിനെ പറ്റിയിട്ടും ഷെയർ പ്രീമിയത്തെ പറ്റിയിട്ടും നമ്മൾ ഡീറ്റെയിൽ നോക്കും. ഓക്കെ, ആസ് ഓഫ് നൗ നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. സോ ഒറിജിനൽ പ്രൈസ് ഓഫ് എ ഷെയർ മാറ്റേഴ്സ് ടു കമ്പനി ബിക്കോസ് ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് ക്യാഷ് റിസീവ്ഡ് ഫോർ ഈച്ച് ഷെയർസ് ഇഷ്യൂഡ്. എന്താണ് നമ്മളുടെ ഒറിജിനൽ ഷെയർ പ്രൈസ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും കമ്പനി ഒരു കൺസേൺ ആയിട്ട് വെക്കുന്ന കാര്യമാണ്. അതിന്റെ റീസൺ എന്താണ്? ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് ക്യാഷ് റേസ്ഡ് ഫോർ ഈച്ച് ഷെയർസ് ഇഷ്യൂഡ്. ഓരോ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്തും നമ്മൾ റേസ് ചെയ്യുന്ന ക്യാഷിന്റെ ബേസിലായിരിക്കും ഇത് വരിക. അതേപോലെ തന്നെ കമ്പനി വിൽ ഓപ്പൺ ഇഷ്യൂ ഷെയർസ് അറ്റ് എ പ്രീമിയം ടു ദി പാർ വാല്യൂ. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ എപ്പോഴും ഇഷ്യൂ ചെയ്യുന്നത് ഏത് എമൗണ്ടിലായിരിക്കും? ഒരു പ്രീമിയത്തിലായിരിക്കും. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ കമ്പനി എന്ത് ചെയ്യുന്നു? $1 ഉള്ളത് $1.5 എന്നുള്ള രീതിയിൽ സെല്ല് ചെയ്യുന്നു. അവിടെ 0.5 ഷെയർ പ്രീമിയത്തിലേക്ക് പോകുന്നു, ഞാൻ പറഞ്ഞതുപോലെ. ഓക്കെ, അടുത്ത നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കറന്റ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ് ഹാസ് നോ ബിയറിംഗ് ഓൺ കമ്പനീസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അറ്റ് ഓൾ ബിക്കോസ് ദിസ് ഈസ് ദി പ്രൈസ് അറ്റ് വിച്ച് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. സിംപ്ലി ഇത്രയേ ഉള്ളൂ അവിടെ പറയുന്നത്. നമ്മുടെ കറന്റ് മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ, നമ്മുടെ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരം കമ്പനിയും ഇൻഡിവിജ്വലും ഡിഫറെന്റ് പേഴ്സൺ ആണ്. സോ ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിലുള്ള ഷെയർസ് ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യുന്ന വെച്ചാല് മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് വിൽക്കും. അത് വേറൊരു ഇൻഡിവിജ്വൽ വാങ്ങും. ആ ഒരു എമൗണ്ട് നേരെ ആരുടെ കയ്യിലേക്കായിരിക്കും പോവുക? കമ്പനിയുടെ കയ്യിലേക്കാണോ ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിലേക്കാണോ? യെസ്, ഇറ്റ് ഈസ് ടു ദി ഷെയർ ഹോൾഡേഴ്സ്. സോ അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റില് നമ്മൾ എന്ത് കാണിക്കില്ല? കറന്റ് മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു വാല്യൂ കാണിക്കില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ ട്രാൻസാക്ഷൻ. ഓക്കെ, സോ അടുത്ത നമുക്ക് നോക്കാനുള്ളത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് കമ്പനീസിനെ പറ്റിയിട്ടാണ്. സോ എന്താണ് ഒരു പബ്ലിക് കമ്പനി, എന്താണ് ഒരു പ്രൈവറ്റ് കമ്പനി? പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞാല് ഫോർ എക്സാമ്പിൾ ABCPLC. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ എവിടെയെങ്കിലും കാണുവാണെങ്കിൽ നിങ്ങൾ മേക്ക് ഷുവർ ചെയ്തോളൂ ഇറ്റ് ഈസ് എ പബ്ലിക് കമ്പനി. PLC എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഒരു പബ്ലിക് കമ്പനിയെ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും ഒരു പബ്ലിക് കമ്പനിയുടെ ഫീച്ചേഴ്സ്? യെസ്, പബ്ലിക് കമ്പനിയുടെ മെയിൻ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ സെക്യൂരിറ്റീസ്, ഫോർ എക്സാമ്പിൾ ഷെയർസ്, ലോൺ സ്റ്റോക്ക് സച്ച് ആസ് ബോൺസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് സെല്ല് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഓക്കെ, ഷെയർ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് ലിസ്റ്റ് ചെയ്യാനും അൾട്ടിമേറ്റ്ലി സെല്ല് ചെയ്യാനുമുള്ള റൈറ്റ് ആർക്കുണ്ട്? പബ്ലിക് കമ്പനിക്ക് ഉണ്ട്. പക്ഷെ അങ്ങനെ സെല്ല് ചെയ്യുന്ന സമയത്ത് പബ്ലിക് കമ്പനീസ് എന്ത് ഫോളോ ചെയ്തിരിക്കണം? കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കമ്പനി ഫോളോ ചെയ്തിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് ഒരു പ്രൈവറ്റ് കമ്പനി? പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ ഇപ്പം XYZ LTD. ഓക്കെ, സോ ഇങ്ങനെ നിങ്ങൾ എവിടെയെങ്കിലും കാണുവാണെങ്കിൽ അതൊരു പ്രൈവറ്റ് കമ്പനിയാണ്. പ്രൈവറ്റ് കമ്പനി സിംപ്ലി പറഞ്ഞാൽ എന്താണ്? ലിമിറ്റഡ് കമ്പനി അല്ലെങ്കിൽ LTD. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദാറ്റ് ഓഫ് ദി public company and that of the private company when it comes to the case of securities? Yes, സെക്യൂരിറ്റീസിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് ലിമിറ്റഡ് കമ്പനിക്ക് എന്തിനുള്ള റൈറ്റ് ഇല്ല? പബ്ലിക്കിലേക്ക് സെക്യൂരിറ്റീസ് സെൻഡ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. ഓക്കെ, സോ പ്രൈവറ്റ് കമ്പനീസ് കനോട്ട് ഓഫർ their securities for sale to public. ഓക്കെ, സോ പ്രൈവറ്റ് കമ്പനിക്ക് എന്തിനുള്ള റൈറ്റ് ഇല്ല? സെക്യൂരിറ്റീസ് സെൻഡ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. സോ നിങ്ങളുടെ പ്രൈവറ്റ് കമ്പനിയുടെയും പബ്ലിക് കമ്പനിയുടെയും കേസ് വരുന്ന സമയത്ത് ഈ ഒരു പോയിന്റ് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ അടുത്ത നമുക്ക് നോക്കാനുള്ളത് അക്കൗണ്ടിങ് ഫോർ കമ്പനീസ് ആണ്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാനുള്ളത് അക്കൗണ്ടിങ് ഫോർ കമ്പനീസ് ആണ്. നോക്കാം. സോ ആക്ച്വലി നമ്മുടെ കമ്പനിയുടെ കേസിൽ നോക്കുന്ന സമയത്ത് നമ്മൾ ഓരോ കേസും അക്കൗണ്ട് ചെയ്യുന്നത് സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക്സിന്റെ ഒക്കെ ബേസിലാണ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആക്ച്വലി 4 കാറ്റഗറീസിനെ കുറിച്ചാണ് ഈ ഒരു പെർട്ടിക്കുലർ ചാപ്റ്റർ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ ഇക്വിറ്റി, സെക്കൻഡ് വൺ എന്ന് വെച്ചാൽ ഫോം ഓഫ് ഡെപ്റ്റ് ക്യാപിറ്റൽ, തേർഡ് വൺ എന്ന് വെച്ചാൽ പ്രൊഫഷൻ, ഫോർത്ത് വൺ ടാക്സ് ഓൺ പ്രോഫിറ്റ്. ഓക്കെ, ഈ 4 കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ നോക്കും, നമുക്ക് ഈച്ച് ആൻഡ് എവരി വണ്ണിനെ കുറിച്ച് ഇൻഡിവിജ്വലി പഠിക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പഠിക്കാനുള്ളത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഷെയർ ഇക്വിറ്റി. ഓക്കെ, സോ എന്താണ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞാൽ? ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്?
ഇനിഷ്യലി അല്ലെങ്കിൽ കമ്പനിയുടെ ഓർഡിനറി ഷെയർസ് നമുക്കറിയാം. ഓക്കെ, ഓർഡിനറി ഷെയർസ് മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? സെൽ ചെയ്യും. ഓക്കെ, സെൽ ചെയ്യും അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്യും. അൾട്ടിമേറ്റ്ലി അത് കുറച്ച് പീപ്പിൾ വന്നിട്ട് വാങ്ങും. ഓക്കെ, സോ ആരാണോ കമ്പനിയുടെ ഓർഡിനറി ഷെയർസ് വാങ്ങുന്നത് അവരെയാണ് നമ്മള് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയാം. ഓക്കെ, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സ്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് ഒരു ഓർഡിനറി ഷെയർ ഹോൾഡറിന്റെ ഫീച്ചർ? ഫസ്റ്റ് ഫീച്ചർ എന്ന് വെച്ചാൽ അയാൾക്ക് വോട്ടിംഗ് റൈറ്റ് ഉണ്ടാവും. ഓക്കെ, അയാൾക്ക് ഒരു ബോർഡിൽ പെർട്ടിക്കുലർലി അയാളുടെ ഒപ്പീനിയൻ പറയാനുള്ള റൈറ്റ് ഉണ്ടാവും. അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് നമുക്ക് പറയാനുള്ളത് ആരാണോ ഓർഡിനറി ഷെയർസ് വാങ്ങുന്നത് അല്ലെങ്കിൽ ആരാണോ ഇക്വിറ്റി ഷെയർസ് വാങ്ങുന്നത് അവരാണ് കമ്പനിയുടെ ഓണേഴ്സ് ആയിട്ട് വരിക. ഓക്കെ, ആരാണോ ഓർഡിനറി ഷെയർസ് വാങ്ങുന്നത് അവരാണ് കമ്പനിയുടെ ഓണേഴ്സ് ആയിട്ട് വരിക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആരാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് വെച്ചാൽ ആരാണോ കമ്പനിയുടെ പ്രിഫറൻസ് ഷെയർസ് വാങ്ങുന്നത്, ആ ഒരു പേര് പറയുന്നത് പോലെ തന്നെ പ്രിഫറൻസ്, യെസ്, കുറച്ചുകൂടി എന്ത് കൊടുക്കുന്നു? പ്രിഫറൻസ് കൊടുക്കുന്നു. സോ കമ്പനിയുടെ പ്രിഫറൻസ് ഷെയർസ് ആരാണോ വാങ്ങുന്നത് അവരെയാണ് നമ്മൾ എന്ത് പറയാ? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയാ. ഓക്കെ, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. അങ്ങനെയാണെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ കേസിൽ വരുന്ന സമയത്ത് ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സിന്റെ ഡിഫറൻസ് എന്താണ്? യെസ്, ഫസ്റ്റ് ഡിഫറൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു, വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. സെക്കൻഡ്ലി നമ്മൾ പറഞ്ഞു ഓണേഴ്സ് ആണ്. തേർഡ്ലി നമുക്ക് പറയാം റിസ്ക് ആൻഡ് റിട്ടേൺ. അത് ഞാൻ പറഞ്ഞുതരാം, റിസ്ക് ആൻഡ് റിട്ടേൺ. ഓക്കെ, സോ പ്രിഫറൻസ് ഷെയർസിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് എന്തില്ല? വോട്ടിംഗ് റൈറ്റ് ഇല്ല. അവര് റിയൽ ഓണേഴ്സ് ഓഫ് ദി ബിസിനസ് അല്ല. അതേപോലെ തന്നെ റിസ്ക് ആൻഡ് റിട്ടേൺ. ആക്ച്വലി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാല് നമുക്കിപ്പം വൺസ് നമ്മുടെ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടി, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഡിവിഡൻഡ് പേ ഔട്ട് ചെയ്യുക പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെ. ഓക്കെ, ഫസ്റ്റ് ഡിവിഡൻഡ് പേ ഔട്ട് ചെയ്യുക പ്രിഫറൻസ് ഹോൾഡേഴ്സിനായിരിക്കും. ആൻഡ് അവർക്ക് നമ്മൾ ഷെയർസ് കൊടുക്കുക ഒരു പെർട്ടിക്കുലർ ബേസിലായി. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു കേസിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരെ റിസ്ക് എടുക്കുന്നത് കുറവാണ്. ഓക്കെ, റിസ്ക് എടുക്കുന്നത് കുറവാണ്. സോ അതിന്റെ ബേസിസിൽ തന്നെ അവരുടെ റിട്ടേൺസും കുറവായിരിക്കും. ആൻഡ് നമ്മുടെ ഇക്വിറ്റി ഷെയർസിലേക്ക് വരുന്ന സമയത്ത് നമ്മളുടെ ഡിവിഡൻഡ് ഏറ്റവും ലാസ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിലേക്കാണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഫോർ എക്സാമ്പിൾ കൺസിഡർ ലൈക്ക് ദിസ്, കമ്പനിക്ക് 1 lakh ആണ് പ്രോഫിറ്റ് ഉണ്ടായിരുന്നത്. അത് നമ്മുടെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് പേ ഔട്ട് ചെയ്തു. പിന്നീട് എത്രയാണുള്ളത്? 0 അല്ലേ? സോ നമ്മളുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് പേ ചെയ്യാൻ എന്തേലും ഉണ്ടോ? യെസ്, ഒന്നും ബാക്കി ഉണ്ടാവില്ല. സോ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ റിസ്ക് ലെവൽ കൂടുതലാണ്. ഓക്കെ, അതേ സമയത്ത് ഒരു 500,000 കിട്ടുന്നു. ആ 500,000 100,000 മാത്രമേ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ളൂ. ബാക്കി എത്രയുണ്ട്? 400,000 ഉണ്ട്. ഈ 400,000 നമുക്ക് ആർക്ക് കൊടുക്കാം? നമ്മുടെ ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാം. സോ ദാറ്റ് അവർക്ക് എന്ത് ചെയ്യുന്നു? റിട്ടേൺ കിട്ടുന്നു. സോ ആരാണോ കമ്പനിയിൽ കൂടുതൽ റിസ്ക് എടുക്കുന്നത് അവർക്ക് എന്ത് കിട്ടും? കൂടുതൽ റിട്ടേൺ കിട്ടും. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ അടുത്ത് നമുക്ക് പറയാനുള്ളത് ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റലിനെ പറ്റിയിട്ടും അതേപോലെ തന്നെ കോൾഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിനെ പറ്റിയിട്ടുമാണ്. ഓക്കെ, സോ ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ നമുക്കതിനെ വേറൊരു പേര് വിളിക്കാം, അലോട്ടഡ് ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, സോ ഈ ഒരു ഷെയർ ക്യാപിറ്റൽ നമ്മൾ അലോട്ട് ചെയ്യുന്നത് പാർ വാല്യൂലായിരിക്കും. ദാറ്റ് മീൻസ് ഷെയർസിന്റെ പാർ വാല്യൂലായിരിക്കും നമ്മളെ ഒറിജിനൽ ഷെയർ ഹോൾഡേഴ്സിന് ഈ ഒരു വാല്യൂ അല്ലെങ്കിൽ ഈ ഒരു ഷെയർസ് ഇഷ്യൂ ചെയ്ത് കൊടുക്കും. ഓക്കെ, സോ ഇതാണ് ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ. സെക്കൻഡ് തിങ് നമുക്ക് പറയാനുള്ളത് കോൾ അപ്പ് ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, സോ കോൾ അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആക്ച്വലി ഞാൻ എന്ന് പറയുന്ന എന്റെ ഷെയർ ഹോൾഡറിന് 1 lakh റുപ്പീസിന്റെ ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. പക്ഷേ പക്ഷേ എനിക്ക് മനസ്സിലായി ഈ 1 lakh എനിക്ക് കംപ്ലീറ്റ്ലി ഒന്നിച്ച് കിട്ടില്ല. സോ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഒരു 1 lakh ഇൻസ്റ്റാൾമെന്റ് ബേസിസിൽ പേ ചെയ്തോളൂ എന്നുള്ള രീതിയിൽ എനിക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, സോ ഇങ്ങനെ നടക്കുന്ന ഈ ഒരു പ്രോസസ്സിന് ദാറ്റ് മീൻസ് നമ്മുടെ ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നു? ഇൻസ്റ്റാൾമെന്റ് ബേസിസിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കോൾ അപ്പ് എന്ന് വിളിക്കുക. സോ ഇഫ് എ കമ്പനി ഇഷ്യൂ ഷെയർസ് ബട്ട് കോൾ അപ്പ് ദി ഇഷ്യൂ എമൗണ്ട് ഇൻ ഇൻസ്റ്റാൾമെന്റ് ഇൻസ്റ്റെഡ് ഓഫ് റേസിംഗ് ക്യാഷ് ഇമ്മീഡിയറ്റ്ലി, അതിനെയാണ് നമ്മൾ എന്ത് പറയാ? കോൾഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ലെസ് ദാൻ ഇറ്റ് ഷെയർ ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ.
സോ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും എന്ത് മനസ്സിലാക്കണം, കോൾഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എപ്പോഴും ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റലിനേക്കാളും ലെസ് ആയിരിക്കും. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്കതൊരു ക്വസ്റ്റ്യൻ വെച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. നോക്കാം. A company issues 200,000 shares of $1 at par value, but only call up 75 cents shares as a first installment. Okay. 200,000 ആണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇന്ന് എത്രയേ കിട്ടുള്ളൂ? 0.75 മാത്രമേ കിട്ടുള്ളൂ. ആൻഡ് അങ്ങനെയാണെങ്കിൽ 200,000ന്റെ 0.75 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇറ്റ് ഈസ് 150,000. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാം? 150,000 ആണ് കമ്പനിയുടെ കോൾഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, ആൻഡ് ഈ കോൾഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആയിരിക്കും നമ്മൾ SOFPയിൽ കാണും. ഓക്കെ, SOFPയില് ഇക്വിറ്റീസ് ആയിട്ട് നമ്മൾ ഷെയർ ക്യാപിറ്റൽ എന്നുള്ള രീതിയിൽ ഈ ഒരു വാല്യൂ ആയിരിക്കും. ദാറ്റ് മീൻസ് നമ്മുടെ കോൾ അപ്പ് ഷെയർ ക്യാപിറ്റൽ ആയിരിക്കും എപ്പോഴും നമ്മൾ എവിടെ കാണിക്കുക? നമ്മുടെ SOFPയിൽ കാണിക്കുക. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ഒരു SOFP നമ്മൾ വരയ്ക്കുന്ന സമയത്ത് നമ്മുടെ ഫോർ എക്സാമ്പിൾ ഇക്വിറ്റീസിന്റെ കേസിൽ തന്നെ ഷെയർ ക്യാപിറ്റൽ, ഈ ഒരു ഷെയർ ക്യാപിറ്റലിന്റെ കേസിൽ തന്നെ ഇറിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഉണ്ടാവാം. ഇറിഡീമബിളിനെ കുറിച്ച് ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. ആസ് ഓഫ് നോ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇറിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഉണ്ടായിരിക്കാം. അതേപോലെ തന്നെ നമ്മൾ ഇപ്പൊ പറഞ്ഞ പോലെ ഇക്വിറ്റി ഷെയർസും ഉണ്ടായിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ക്ലാസ്സസും നമ്മൾ എപ്പോഴും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണിക്കാം. ഒരിക്കലും ഈ രണ്ട് ക്ലാസ്സും ഒന്നിച്ച് കാണിക്കാൻ പാടില്ല. ഓക്കെ, സോ അതിന്റെ ഒരു ഷീറ്റാണ് ഇവിടെ തന്നിരിക്കുന്നത്. നോക്കാം. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഏതാണ്? കോളപ്പാണ്, കോൾഡ് അപ്പ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഏതാണ്? ഇറിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. സോ ഇത് രണ്ടും വേറെ വേറെ കാണിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ടോട്ടൽ ആയിട്ട് കാണും. ഓക്കെ, സോ അടുത്ത് നമുക്ക് പറയാനുള്ളത് ആക്ച്വലി നമ്മൾ ഇപ്പൊ എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ എങ്ങനെയാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റലിൽ നിന്നും എങ്ങനെ കോൾ അപ്പ് ഷെയർ ക്യാപിറ്റലിലേക്ക് എത്താന്ന് പറഞ്ഞു. അടുത്ത് നമുക്ക് പറയാനുള്ളത് കോൾ അപ്പ് ഷെയർ ക്യാപിറ്റലിൽ നിന്നും നമുക്ക് എങ്ങനെ കോൾഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിൽ നിന്നും നമുക്ക് എങ്ങനെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിലേക്ക് എത്താം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ എന്താണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ? പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ആക്ച്വലി ഫോർ എക്സാമ്പിൾ നേരത്തെ ഒരു 150,000 വാല്യൂ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു 150,000 നമുക്ക് എന്ത് കിട്ടില്ല? ഇഫ് എ കമ്പനി ഹാസ് കോൾഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ബട്ട് ഈസ് വെയിറ്റിംഗ് ഫോർ പേയ്മെന്റ് ഫ്രം ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, സോ ആക്ച്വലി 150,000 എന്തായിട്ടുണ്ട്? കോൾഡ് അപ്പ് ആയിട്ടുണ്ട്. പക്ഷേ ഇത് മൊത്തം നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മള് അല്ലെങ്കിൽ കമ്പനി സ്റ്റിൽ എന്ത് ചെയ്യുന്നു? വെയിറ്റ് ചെയ്യുന്നു. ചില ഷെയർ ഹോൾഡേഴ്സ് എന്ത് തരാനുണ്ട്? പേയ്മെന്റ് തരാനുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. സോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയാ. സോ നമ്മൾ എന്ത് മനസ്സിലാക്കണം? പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എപ്പോഴും കോൾഡ് അപ്പ് ക്യാപിറ്റലിനേക്കാളും കുറവായിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ റാങ്ക് ചെയ്യുന്ന സമയത്ത് ഹൈ ടു ലോ നമുക്ക് എങ്ങനെ റാങ്ക് ചെയ്യാം? ഫസ്റ്റ് വൺ ഏതാണ്? ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ. സെക്കൻഡ് വൺ ഏതാണ്? കോൾ അപ്പ് ഷെയർ ക്യാപിറ്റൽ. തേർഡ് വൺ ഏതാണ്? പെയ്ഡ്. ഓക്കെ, സോ ഇത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. ആൻഡ് കോൾ അപ്പ് ആയിരിക്കും നമ്മൾ എപ്പോഴും ഇക്വിറ്റി സൈഡിൽ കാണിക്കുന്ന വാല്യൂ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നോക്കാം, നമുക്കൊരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ഓക്കെ, സോ നോക്കൂ. A company issues 1 million shares of $1 at par and asks for payment in full on issue, but it is still owed 10,000 by shareholders who are yet to pay what they owe. Okay, so എത്രയുണ്ട്? 1 million shares ആണുള്ളത്, $1 വെച്ചിട്ടാണുള്ളത്. ബട്ട് ഇറ്റ് ഈസ് സ്റ്റിൽ ഓർ 10,000. ഓക്കെ, സോ ടോട്ടലി എത്രയുണ്ട്? 1 million ഉണ്ട്. ഓക്കെ, സോ ടോട്ടലി 1 million ഉണ്ട്. ഈ 1 millionൽ നിന്നും നമുക്ക് 10,000 ഇന്ന് കിട്ടിയിട്ടില്ല. എത്ര മാത്രമേ കിട്ടിയിട്ടുള്ളൂ? 990 മാത്രമേ നമുക്ക് ആസ് ഓഫ് നൗ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മളിത് എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഈ 1 millionൽ നിന്നും 10,000 നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടെ അതർ റിസീവബിൾ എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. ഓക്കെ, അതർ റിസീവബിൾ എന്ന് പറഞ്ഞിട്ട് എവിടെ കാണിക്കുക? ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. ഓക്കെ, അതർ റിസീവബിൾ എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. അതേ സമയത്ത് ഈ 990 നമ്മൾ എവിടെ കാണിക്കുക? കോളപ്പ് എന്ന് പറഞ്ഞിട്ട് എവിടെ കാണിക്കുക? യെസ്, കോളപ്പ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ പെയ്ഡ് അപ്പ് എന്ന് പറഞ്ഞിട്ട് എവിടെ കാണിക്കാം? നമ്മുടെ ഷെയർ ക്യാപിറ്റലിന്റെ
ക്രെഡിറ്റ് ബാലൻസ് ആയിട്ട് കാണിക്കുക. ഓക്കെ, നമ്മുടെ ഷെയർ ക്യാപിറ്റലിലെ ക്രെഡിറ്റ് ബാലൻസ് ആയിട്ട് കാണിക്കുക. ഓക്കെ, സോ നോക്കുക, അതിന്റെ ട്രാൻസാക്ഷൻസും കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ നോക്കും. ആസ് ഓഫ് നോ ഇങ്ങനെ മനസ്സിലാക്കിയാൽ. ഓക്കെ, സോ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസിനെ പറ്റിയിട്ടും റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസിനെ പറ്റിയിട്ടുമാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞു. ഓക്കെ, ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുവാണ്. ആൻഡ് വൺസ് നമുക്ക് ഫ്യൂച്ചറിൽ നമ്മൾ വിചാരിക്കുവാണ്, ഓക്കെ നമ്മൾ ഇങ്ങനെ ഒരു പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, നമുക്കിത് തിരിച്ചു വിളിക്കാം. ഓക്കെ, പക്ഷേ നമ്മുടെ ഇറിഡീമബിൾ പ്രിഫറൻസ് ഷെയർസിന്റെ കേസ് ആണെങ്കിൽ നമുക്ക് ഈ ഫ്യൂച്ചറിൽ ഈ പ്രിഫറൻസ് ഷെയർസ് എന്ത് ചെയ്യാൻ പറ്റില്ല, കോൾ ബാക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് റിഡീം ചെയ്യാൻ പറ്റില്ല. ആസ് ദി നെയിം സജസ്റ്റ്, ഇർറിഡീമബിൾ. ദാറ്റ്സ് ഓക്കെ. സോ അതാണ് ആക്ച്വലി ഇറിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ. ആൻഡ് ഈ ഒരു ഇറിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് നമ്മൾ കാണിക്കുക ഷെയർ ക്യാപിറ്റലിലായിരിക്കും. ഓക്കെ, ഇറിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് നമ്മൾ എപ്പോഴും കാണിക്കുക എവിടെയാണ്, ഷെയർ ക്യാപിറ്റലിലാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്? യെസ്, സിംപ്ലി നമുക്ക് എന്ത് പറയാം, ഫ്യൂച്ചറിൽ നമുക്ക് റിഡീം ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ കോൾ ബാക്ക് ചെയ്യാൻ പറ്റുന്ന പ്രിഫറൻസ് ഷെയർസിനെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക, റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയാൻ പറ്റുക. ആൻഡ് അതിനൊരു എക്സാമ്പിൾ ഒന്ന് പറഞ്ഞേ. യെസ്, റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എക്സാമ്പിൾ അല്ല, നമുക്ക് എവിടെ കാറ്റഗറൈസ് ചെയ്യാം? നേരത്തെ നമ്മൾ പറഞ്ഞു ഷെയർ ക്യാപിറ്റലിൽ കാറ്റഗറൈസ് ചെയ്യാന്ന്. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് എവിടെ കാറ്റഗറൈസ് ചെയ്യാം? യെസ്, ഇത് നമുക്ക് നോൺ കറന്റ് ലയബിലിറ്റീസ് ആയിട്ടുള്ള ഡെറ്റ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഓക്കെ, നോൺ കറന്റ് ലയബിലിറ്റീസ് ആയിട്ടുള്ള ഡെറ്റ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഓക്കെ, ഐ തിങ്ക് യു ഗോട്ട് ദി ഐഡിയ. എന്താണ് ഇറിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്നും എന്താണ് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്നുള്ള ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എങ്ങനെയാണ് നമ്മുടെ ഷെയർ ക്യാപിറ്റൽ ഡിഫറെന്റ് കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷനിൽ വരുന്ന സമയത്ത് നമുക്ക് അക്കൗണ്ട് ചെയ്യാൻ പറ്റുക. നമുക്ക് വൺ ബൈ വൺ ആയിട്ട് സോ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാനുള്ളത് when shares are issued at their par value and they are fully traded. ആക്ച്വലി നമുക്കറിയാം നമ്മുടെ നമ്മുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അത് നമ്മൾ എപ്പോഴും എവിടെയാണ് കാണിക്കുക, ക്രെഡിറ്റ് സൈഡിലാണ്. നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴും നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് ഇത് കാണിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കുക. സോ നമുക്ക് എങ്ങനെ കാണിക്കാം, ഡെബിറ്റ് ക്യാഷ് അറ്റ് ബാങ്ക്, അതേപോലെ തന്നെ ക്രെഡിറ്റ് ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, നമ്മൾ ഇന്നലെ പറഞ്ഞ സെയിം ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് റൂൾ ആണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഏതാണ്, when shares are issued to their par value and full amount is paid. Okay, so പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അവിടെ എന്ത് വരും, ഡെബിറ്റ് ക്യാഷ് അറ്റ് ബാങ്ക് തന്നെ ആയിരിക്കും. ഓക്കെ, ഡെബിറ്റ് ബാലൻസ് ചേഞ്ച് ആവില്ല, ക്യാഷ് അറ്റ് ബാങ്ക് തന്നെ ആയിരിക്കും. ബിക്കോസ് എന്താണ്, നമുക്ക് ആക്ച്വലി നമ്മുടെ അസറ്റ് എന്ന് പറയുന്ന സാധനം ഇൻക്രീസ് ആവുമല്ലേ. ദാറ്റ് മീൻസ് ബാങ്കിലല്ലേ നമ്മൾ കൊണ്ടുപോയിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റലിന്റെ കേസിൽ നമ്മൾ ഇന്നലെ എങ്ങനെയല്ലേ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇനി നമ്മുടെ ക്രെഡിറ്റ് സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് ആക്ച്വലി ഇവിടെ രണ്ട് എലമെന്റ്സ് വരും. ഒരു എലമെന്റ് അല്ല വരിക, ഒരു എലമെന്റ് മാറിയിട്ട് അവിടെ രണ്ട് എലമെന്റ് വരും. ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ ഷെയർ ക്യാപിറ്റൽ വരും, സെക്കൻഡ് വൺ എന്ന് വെച്ചാൽ ഷെയർ പ്രീമിയം വരും. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ എന്താണ് ആക്ച്വലി ഷെയർ ക്യാപിറ്റൽ, എന്താണ് ഷെയർ പ്രീമിയം? ഷെയർ ക്യാപിറ്റൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഷെയർ പ്രീമിയം എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ എക്സസ് ആയിട്ട് എത്ര എമൗണ്ട് ആണോ അലോക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യുന്നത് അതിനെ നമ്മൾ എവിടെ കാണിക്കുക, ഷെയർ പ്രീമിയം എന്ന് പറഞ്ഞിട്ട് കാണിക്കുക. ഓക്കെ, സോ ഷെയർ ക്യാപിറ്റലിന് കൂടിയിട്ട് എത്രത്തോളം എക്സസ് ആവുന്നുണ്ട് അത് നമ്മൾ ഷെയർ പ്രീമിയത്തെ കാണിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ, when shares are issued at par value but an amount remain uncalled by the company. ഓക്കെ, uncalled by the company ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, കോൾഡ് അപ്പ് ക്യാപിറ്റൽ മാത്രം കാണിച്ചാൽ മതിയല്ലോ. ആ ഒരു കേസിൽ കോൾഡ് അപ്പ് എമൗണ്ട് ഓഫ് ഇഷ്യൂഡ് ഷെയർസ് കാണിച്ചാൽ മതിയല്ലോ. അങ്ങനെയാണെങ്കിൽ അത് എവിടെ കാണിക്കും, ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. സോ അതിന്റെ ജേർണൽ എങ്ങനെ വരും, ഡെബിറ്റ് ക്യാഷ് അറ്റ് ബാങ്ക്, ക്രെഡിറ്റ് ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, നെക്സ്റ്റ് വൺ ഏതാണ്, when shares are issued and called up at their par value. ഓക്കെ, റിമെയിൻ അൺപെയ്ഡ് ആണ്. അൺപെയ്ഡ് ആണെങ്കിൽ നമ്മുടെ ഡെബിറ്റ് സൈഡിൽ പുതിയൊരു ഐറ്റം കൂടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ആ പുതിയ ഐറ്റം? യെസ്, ഇറ്റ് ഈസ് ഡെബിറ്റ് അതർ റിസീവബിൾസ്. ഓക്കെ,
സോ അങ്ങനെയാണെങ്കിൽ എങ്ങനെ വരും? ഡെബിറ്റ് ക്യാഷ് അറ്റ് ബാങ്ക്, അതേപോലെ തന്നെ ഡെബിറ്റ് അതർ റിസീവ് ദാറ്റ് ഈസ് അൺപെയ്ഡ്, അതേപോലെ തന്നെ ഷെയർ ക്യാപിറ്റൽ അറ്റ് ദ പാർ വാല്യൂ എവിടെ വരും? ക്രെഡിറ്റ് സൈഡിൽ വരും. ഓക്കെ, സോ ഐ തിങ്ക് യു ഗോട്ട് ദി ഐഡിയ ഓഫ് ദി ജേർണൽ എൻട്രി. ഓക്കെ, സോ സിംപ്ലി അവസാനത്തെ മാത്രമേ കുറച്ച് കൺഫ്യൂഷൻ വരുള്ളൂ. അത് ഇത്രയേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് ആ ഒരു 10,000 നമ്മൾ എങ്ങോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു? അതർ അതർ റിസീവബിൾസ് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ആൻഡ് മൊത്തം എമൗണ്ട് നമ്മൾ ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് എവിടെ കാണിക്കും? ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. ഓക്കെ, സോ ഇത് മാത്രമേ ഡിഫറൻസ്. ക്ലിയർ ആണോ? ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നോക്കുക. അടുത്ത് നമുക്ക് പറയാനുള്ളത് 1 മിനിറ്റ്. അടുത്ത് നമുക്ക് പറയാനുള്ളത് ഇക്വിറ്റി, റീറ്റെയിൻഡ് ഏർണിങ്സ് ആൻഡ് അതർ റിസർവ്സ്. ഓക്കെ, സോ ഇക്വിറ്റിയിലെ റീറ്റെയിൻഡ് ഏർണിങ്സിനെ പറ്റിയിട്ടും അതേപോലെ തന്നെ അതർ റിസർവ്സിനെ പറ്റിയിട്ടുമാണ് അടുത്ത് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, സോ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വരയ്ക്കുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അസറ്റ് വരയ്ക്കും, പിന്നീട് നമ്മൾ എന്ത് കാണിക്കും? ഇക്വിറ്റി എന്ന് പറഞ്ഞിട്ട് എലമെന്റ് കാണിക്കും. സോ ഈ ഒരു ഇക്വിറ്റിയുടെ അകത്താണ് എന്തൊക്കെ വരുന്നത്? ഷെയർ ക്യാപിറ്റൽ, റീറ്റെയിൻഡ് ഏർണിങ്സ്, ഷെയർ പ്രീമിയം, റിവാലുവേഷൻ സർപ്ലസ്, ജനറൽ റിസർവ്, ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വരുന്നത്. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഐറ്റംസിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിലി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. സോ നോക്കുക, നമുക്ക് ഓരോന്നിനെ കുറിച്ചും ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? റീറ്റെയിൻഡ് ഏർണിങ്സ് അല്ലെങ്കിൽ എന്താണ് റീറ്റെയിൻഡ് പ്രോഫിറ്റ്. എന്താണ് റീറ്റെയിൻഡ് പ്രോഫിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് കമ്പനിയുടെ ഒരു പ്രോഫിറ്റ് ഉണ്ടാവും. ആ പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ ഡിവിഡൻഡ് പേ ഔട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു എമൗണ്ട് കീപ്പ് അപ്പ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? റീറ്റെയിൻഡ് പ്രോഫിറ്റ് അല്ലെങ്കിൽ റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയാം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത നോക്കേണ്ടത് എങ്ങനെയാണ് റീറ്റെയിൻഡ് ഏർണിങ്സിന്റെ ഒരു ലെഡ്ജർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം നോക്കാം. ആക്ച്വലി നമ്മൾ ഈ ലെഡ്ജർ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഓപ്പണിംഗ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്, ഇവിടെ ഒരു ക്ലോസിംഗ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ഡെബിറ്റ് സൈഡ് ആണ്, ഇത് നമ്മുടെ ക്രെഡിറ്റ് സൈഡ് ആണ്. അങ്ങനെയാണെങ്കിൽ റീറ്റെയിൻഡ് ഏർണിങ്സ് നമ്മൾ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും? യെസ്, റീറ്റെയിൻഡ് ഏർണിങ്സ് നമ്മൾ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും? നമ്മളുടെ ക്രെഡിറ്റ് സൈഡിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യും. എന്തുകൊണ്ടാണ് ക്രെഡിറ്റ് സൈഡിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇക്വിറ്റി എന്ന് പറയുന്ന എലമെന്റ് നമ്മൾ ഏത് ബാലൻസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക? ക്രെഡിറ്റ് ബാലൻസ് എന്നുള്ള രീതിയിലാണ്. ഓക്കെ, സോ ബാലൻസ് ബ്രോഡ്വുഡ് നമ്മൾ ക്രെഡിറ്റ് ബാലൻസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. പിന്നീട് നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടാവും? ഡിവിഡൻസ് ഫോർ ദി പീരീഡ് തന്നിട്ടുണ്ടാവും. അതേപോലെ തന്നെ എന്തെങ്കിലും ജനറൽ റിസർവിലേക്കൊക്കെ ട്രാൻസ്ഫർ നടത്തിയിട്ടുണ്ടോ? ജനറൽ റിസർവ് നമുക്ക് ഇപ്പൊ പറയാം. ആസ് ഓഫ് നോ നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ മതി. എന്തെങ്കിലും ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ നടന്നിട്ടുണ്ടോ? അതേപോലെ തന്നെ നമ്മുടെ പി ആൻഡ് എൽ പ്രകാരം എത്രയാണ് പ്രോഫിറ്റ് വന്നിരിക്കുന്നത്? നമുക്കറിയാം പി ആൻഡ് എൽ വരുന്ന പ്രോഫിറ്റ് നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? റീറ്റെയിൻഡ് ഏർണിങ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. സോ പി ആൻഡ് എൽ പ്രകാരം എത്രയാണ് പ്രോഫിറ്റ് വന്നിരിക്കുന്നത്? അത് നമ്മൾ എവിടെ കാണിക്കുക? ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഈ ഒരു ഡെബിറ്റ് ബാലൻസും ക്രെഡിറ്റ് ബാലൻസും ഈക്വൽ ആണോ എന്ന് കൺഫേം ചെയ്യുക. ഡെബിറ്റ് ഈക്വൽ ടു ക്രെഡിറ്റ് ആണോ എന്ന് കൺഫേം ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? യെസ്, ബാലൻസ് ക്യാരി ഡൗൺ എന്നുള്ള രീതിയിൽ ഇവിടെ ഒരു ബാലൻസ് കാണിക്കുക. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മുടെ റീറ്റെയിൻഡ് ഏർണിങ്സിന്റെ കേസിൽ നമ്മൾക്ക് കാണിക്കാനുള്ള ലെഡ്ജർ എൻട്രീസ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ക്യാരി ഡൗൺ ചെയ്യുന്ന ഈ ഒരു ബാലൻസിൽ, യെസ്, ബാലൻസ് ക്യാരി ഡൗൺ ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ എവിടെയായിരിക്കും കാണിക്കുക? യെസ്, ദി ബാലൻസ് ക്യാരി ഡൗൺ ഓൺ റിറ്റെയിൻ ലെഡ്ജർ അക്കൗണ്ട് റെപ്രസെന്റ് കമ്പനീസ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓവർ ടൈം ഇഫ് ഇറ്റ് വിഷസ് പേ ഡിവിഡൻഡ് ടു ഷെയർ ഹോൾഡേഴ്സ്. യെസ്, ഇത് നമ്മൾ ഈ ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിരിക്കുന്ന വാല്യൂ നമ്മൾ നെക്സ്റ്റ് വർഷത്തില് എന്ത് ചെയ്യും? നമ്മുടെ ക്രെഡിറ്റ് ബാലൻസിൽ ബ്രോഡ് ഫോർവേഡ് എന്നുള്ള രീതിയിൽ കാണിക്കും. ആൻഡ് അതേപോലെ തന്നെ ഇതിനകത്ത് എന്തൊക്കെയായിരിക്കും ഇൻക്ലൂഡ് ആയിരിക്കുക? കമ്പനിയുടെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റും ലോസും ഇൻക്ലൂഡ് ആയിരിക്കും. അതേപോലെ തന്നെ കമ്പനി ഡിവിഡൻസും കാര്യങ്ങളൊക്കെ പേ ചെയ്യണമെങ്കിൽ അതും അങ്ങനത്തെ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആയിരിക്കും. ഓക്കെ, സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് റീറ്റെയിൻഡ് ഏർണിങ്സിന്റെ ലെഡ്ജർ എൻട്രി ക്ലിയർ ആണെന്ന്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഷെയർ പ്രീമിയം ആണ്. ഷെയർ പ്രീമിയം എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഷെയർസ് പാർ വാല്യൂ ഇഷ്യൂ ചെയ്യും.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് എവിടെ കാണിക്കും? ഷെയർ ക്യാപിറ്റൽ കാണിക്കും. പക്ഷേ ഇന്ന് നമ്മള് പാർ പ്ലസ് പ്രീമിയം എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഓക്കെ, പാർ എമൗണ്ടിന്റെ മുകളിൽ ഒരു പ്രീമിയം എന്നുള്ള രീതിയിലാണ് കാണിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പാർ നമ്മൾ ഷെയർ ക്യാപിറ്റലിലേക്കായിരിക്കും കാണിക്കുക, അതേപോലെ തന്നെ പ്രീമിയം നമ്മൾ ഷെയർ പ്രീമിയത്തിലേക്കായിരിക്കും കാണിക്കുക. സോ ഏത് ബാലൻസിലാണോ നമ്മൾ എക്സസ് വാല്യൂ കാണിക്കുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഷെയർ പ്രീമിയം എന്ന് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. കമ്പനി ഇഷ്യൂസ് 1,050,000 ഇക്വിറ്റി ഷെയർസ് അറ്റ് ദി പ്രൈസ് ഓഫ് 4.5. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ 50 സെന്റ്സ് ടോട്ടൽ വരുന്നത് എത്രയാണ്? 4.5. ടോട്ടലി വരുന്നത് 4.5 ആണ്. അതില് ഷെയർ ക്യാപിറ്റലിലേക്ക് പോകുന്ന വാല്യൂ എത്രയായിരിക്കും? യെസ്, പാർ വാല്യൂ എത്രയാണ്? 0.5. അങ്ങനെയാണെങ്കിൽ ബാക്കി എത്രയാണ്? 4. ഈ 0.5 എന്ന് പറയുന്നത് എവിടെ പോകും? ഷെയർ ക്യാപിറ്റലിൽ പോകും. ഈ 4 എന്ന് പറയുന്നത് എവിടെ പോകും? ഷെയർ പ്രീമിയത്തിലേക്ക് പോകും. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഈ മൊത്തം 4,500 എന്ന് പറയുന്നത് നമ്മൾ എവിടെ കാണിക്കും? ഡെബിറ്റ് സൈഡിൽ ക്യാഷ് ബാലൻസ് ആയിട്ട് കാണിക്കും. സോ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക? ഡെബിറ്റ് ക്യാഷ് അറ്റ് ബാങ്ക് 4,500. അതേപോലെ തന്നെ ക്രെഡിറ്റ് ഷെയർ ക്യാപിറ്റൽ 50 സെന്റ്സ് വിച്ച് ഈസ് 500. അതേപോലെ തന്നെ ഷെയർ പ്രീമിയത്തിലെ 4,000. ഓക്കെ, സോ ഇങ്ങനെയായിരിക്കും നമ്മൾ കാണിക്കുക. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ഇവിടെ ഓർക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വൺസ് നമ്മൾ ഈ ഒരു ഷെയർ പ്രീമിയത്തിലേക്ക് ഈ ഒരു 4,000 ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഇത് എന്തായിട്ട് കൊടുക്കാൻ പറ്റില്ല? ഡിവിഡൻഡ് ആയിട്ട് പേ ഔട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ പക്ഷേ നമുക്ക് ഈ ഒരു 4,000 യൂസ് ചെയ്തിട്ട് ഡിവിഡൻഡ് പേ ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഒരു ഷെയർ പ്രീമിയത്തിലുള്ള വാല്യൂ നമ്മൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യണം. ഓക്കെ, ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തിട്ട് ട്രാൻസ്ഫർ ചെയ്യും. ആൻഡ് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞ് ആ ഒരു ടൈമില് എന്ത് സംഭവിക്കും? ഒരു റീക്ലാസിഫിക്കേഷൻ സംഭവിക്കും. ആ ഒരു റീക്ലാസിഫിക്കേഷനിലൂടെ നമ്മുടെ ഷെയർ പ്രീമിയത്തിൽ നിന്നും വന്നിരിക്കുന്ന വാല്യൂ ഷെയർ ക്യാപിറ്റലിന്റെ കേസിൽ നമുക്ക് ബോണസ് ഇഷ്യൂ എന്നുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്യാം? പേ ഔട്ട് ചെയ്യാം. ഓക്കെ, സോ ബോണസ് ഇഷ്യൂ, റൈറ്റ് ഇഷ്യൂ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ആ ഒരു രീതിയിൽ നമുക്ക് പേ ചെയ്യാം. ഓക്കെ, സോ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ജനറൽ റിസർവിനെ പറ്റിയിട്ടാണ്. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാനുള്ളത് ജനറൽ റിസർവിനെ പറ്റിയിട്ടാണ്. ജനറൽ റിസർവ് എന്ന് പറഞ്ഞാൽ ഇത്രയും കമ്പനിയുടെ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ കൺട്രിയുടെ കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം നമ്മൾ ഒരു സെർട്ടൈൻ എമൗണ്ട് ഒരു ബാലൻസിൽ അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിൽ കൊണ്ടുപോയിട്ട് കീപ്പപ്പ് ചെയ്യും. ആൻഡ് ഇങ്ങനെ കീപ്പ് ചെയ്ത എമൗണ്ട് നമ്മള് ഡിവിഡൻഡ് ആയിട്ട് പേ ഔട്ട് ചെയ്യൂല. ഓക്കെ, നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് പേ ഔട്ട് ചെയ്യില്ല. ആൻഡ് ഇങ്ങനെ ചെയ്യുന്നതിനെയാണ്, ദാറ്റ് മീൻസ് നമ്മുടെ റീറ്റൈൻഡ് പ്രോഫിറ്റ് കൊണ്ടുപോയിട്ട് ഒരു പെർട്ടിക്കുലർ അക്കൗണ്ട് ഇടുന്നു, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം ഡിവിഡൻഡ് ആയിട്ട് നമ്മൾ പേ ഔട്ട് ചെയ്യുന്നില്ല, അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ജനറൽ റിസർവ് എന്ന് പറയാ. ഓക്കെ, കമ്പനി might hold retained earnings that it has no intention to distribute to the owners as a dividend at any time in the future is in a general reserve. Yes, retained earningsിൽ വെക്കുന്നതിന് പകരം ഇവിടെ കൊണ്ടുപോയി വെക്കും, ജനറൽ റിസർവിൽ കൊണ്ടുപോയി വെക്കും. ഓക്കെ, സോ ദിസ് ഈസ് ആക്ച്വലി വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസിഷൻ ഓഫ് ദി കമ്പനി. ബട്ട് അത് പ്യൂർലി കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ആയിട്ടൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക? ഇങ്ങനൊരു ഡിസിഷൻ മേക്ക് ചെയ്യുക. ഓക്കെ, സോ അതേപോലെ തന്നെ ഈ ഒരു സ്പെസിഫിക് റൂളും കാര്യങ്ങളും ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ എങ്ങനെയാണോ നമ്മൾ റീറ്റൈൻഡ് ഏർണിങ്സിനെ ട്രീറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ജനറൽ റിസർവിൽ നിന്നും എന്ത് ചെയ്യാം? ഡിവിഡൻസ് പേ ചെയ്യാം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ അടുത്ത നമുക്ക് നോക്കാനുള്ളത് നോൺ കറന്റ് ലയബിലിറ്റീസിനെ പറ്റിയിട്ട്. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് നോൺ കറന്റ് ലയബിലിറ്റീസ് എന്ന് അറിയാം. സിംപ്ലി എന്താണ്? ഡെറ്റ് ക്യാപിറ്റൽ ആണ്. നമ്മൾ ഇത്ര വരെ എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? ഇക്വിറ്റി ക്യാപിറ്റലിനെ പറ്റിയിട്ടാണ്. ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇക്വിറ്റിയും പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിനെ പറ്റിയിട്ടുമാണ് പറഞ്ഞത്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് വെച്ചാൽ എന്താണ്? ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്യുന്നത്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്യുന്നതാണ് പ്രിഫറൻസ് ക്യാപിറ്റൽ. നമ്മുടെ നോൺ കറന്റ് ലയബിലിറ്റീസ് എന്ന് വെച്ചാൽ നമ്മുടെ ഡെപ്റ്റ് ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ സെക്യൂരിറ്റീസും കാര്യങ്ങളൊക്കെ ബോണ്ടിന്റെ ഒക്കെ രൂപത്തില് നമ്മൾ എന്ത് ചെയ്യും? ഷെയർ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. ആൻഡ് അവിടെ നിന്നും നമുക്ക് എന്ത് കിട്ടും? യെസ്, അവിടെ നിന്നും നമുക്ക് ആക്ച്വലി ഒരു എമൗണ്ട് കിട്ടും. ഓക്കെ, ഫണ്ട്സ് നമ്മളൊരു ബാങ്കിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ ആധാരം വെക്കുന്ന പോലെ തന്നെയാണ്. ഓക്കെ,
സോ കമ്പനി എന്ത് ചെയ്യും, ബോണ്ടും കാര്യങ്ങളൊക്കെ ഇഷ്യൂ ചെയ്യും, അതുവഴി ക്യാഷ് റേസ് ചെയ്യും. ആൻഡ് അത് കമ്പനിയുടെ എന്താണ്, ഡെബ്റ്റ് സെക്യൂരിറ്റീസ് എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ബോൺസ്, അതേപോലെ തന്നെ ഡിബഞ്ചർ ലോൺസ്, അതേപോലെ തന്നെ ലോൺ സ്റ്റോക്ക്, ഇതൊക്കെ ഏത് എക്സാമ്പിൾ ആണ്, നോൺ കറന്റ് ലയബിലിറ്റീസിന് എക്സാമ്പിൾ ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെയാണ് ചെയ്യാൻ, നോർമലി ഇഷ്യൂഡ് ആസ് എ സർട്ടിഫിക്കറ്റ്, ഒരു സർട്ടിഫിക്കറ്റ് ആയി ഇഷ്യൂ ചെയ്യും. പാർ വാല്യൂ തന്നെയായിരിക്കും. അതായത് നമ്മുടെ ഓർഡിനറി ഷെയർസ് എങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ്. ആകെ ഡിഫറൻസ് എന്താണ്, യെസ്, ഡെപ്റ്റ് എന്നുള്ള രീതിയിലായിരിക്കും അത് രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, മറ്റത് ഇക്വിറ്റി ആണെങ്കിൽ ഇതെന്താണ്, ഡെപ്റ്റ് ആണ്. യെസ്. ആൻഡ് ഇവിടെ നമ്മൾ നോൺ കറന്റ് ലയബിലിറ്റി റേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ രണ്ട് എമൗണ്ടിനെ കുറിച്ച് എപ്പോഴും ഓർത്തിരിക്കണം. ഫസ്റ്റ് വൺ പ്രിൻസിപ്പൽ, സെക്കൻഡ് വൺ ഇൻട്രസ്റ്റ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മുടെ നോൺ കറന്റ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 12 മാസത്തിൽ കൂടുതൽ വരുന്ന ഒരു ലയബിലിറ്റീസിനെയാണ് നമ്മൾ നോൺ കറന്റ് ലയബിലിറ്റീസ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു സെർട്ടൈൻ പീരീഡ് വരെ, ദാറ്റ് മീൻസ് നമ്മുടെ കംപ്ലീറ്റ് എമൗണ്ട് അടച്ചു തീരുന്നത് വരെ, ഒരു സെർട്ടൈൻ പീരീഡ് വരെ ഒരു 1 lakh ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഒരു 1 lakh ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആൻഡ് 5% നമ്മൾ എന്ത് ചെയ്യണം, മന്ത്ലി അല്ലെങ്കിൽ ഇയർലി ബേസിസിന് ഇൻട്രസ്റ്റ് ആയിട്ട് പേ ചെയ്യണം. ഓക്കെ, സോ 100,000 5% നമ്മൾ എന്തായിട്ട് പേ ചെയ്യുക, ഇൻട്രസ്റ്റ് ആയിട്ട് ഇയർലി പേ ചെയ്യുക. അതേപോലെ തന്നെ ഇയർ എൻഡ് ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു മെച്യൂരിറ്റി പീരീഡ് എത്തുന്ന സമയത്ത് മൊത്തം എമൗണ്ട് നമ്മൾ പേ ചെയ്യുക. ആൻഡ് ഈ ഒരു മൊത്തം എമൗണ്ടിനെ നമ്മൾ എന്ത് പറയുന്നു, പ്രിൻസിപ്പിൾ എന്ന് പറയുന്നു. സോ നോൺ കറന്റ് ലയബിലിറ്റീസിന്റെ കേസ് നമ്മൾ ഓർത്തിരിക്കേണ്ട 2 പോയിന്റ് ആണ് പ്രിൻസിപ്പിളും ഇൻട്രസ്റ്റ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ അടുത്ത നമുക്ക് നോക്കേണ്ടത് പ്രൊവിഷനെ പറ്റിയിട്ടാണ്. ഓക്കെ, നമുക്ക് അടുത്ത നോക്കേണ്ടത് പ്രൊവിഷനെ പറ്റിയിട്ടാണ്. സോ എന്താണ് പ്രൊവിഷൻ? പ്രൊവിഷൻ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ IFRS പ്രകാരം ഒരു സ്റ്റാൻഡേർഡ് ആണ്. IAS 37 പ്രൊവിഷൻ കണ്ടിൻജന്റ് ലയബിലിറ്റീസ് കണ്ടിൻജന്റ് അസറ്റ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ എന്താണ് ഒരു പ്രൊവിഷൻ, എന്താണ് ഒരു കണ്ടിൻജന്റ് ലയബിലിറ്റി, എന്താണ് ഒരു കണ്ടിൻജന്റ് അസറ്റ്? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ 3 ടേംസ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. അതിന്റെ ബേസിൽ നമുക്ക് പ്രൊവിഷനെ കുറിച്ച് സംസാരിക്കാം. സോ നോക്കാം. ഫസ്റ്റ് വൺ പ്രൊവിഷൻ. പ്രൊവിഷൻ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ഒരു 60 to 90% നമുക്ക് ഷുവർ ആണ് നമ്മളുടെ കമ്പനിയിൽ ആ ഒരു ലയബിലിറ്റി വരും. ദാറ്റ് മീൻസ് കൺസിഡർ ലൈക്ക് ദിസ്, ഞാനൊരു കമ്പ്യൂട്ടർ സെല് ചെയ്യുവാണ്. ഓക്കെ, ആൻഡ് ഞാൻ ആ കമ്പ്യൂട്ടറിന്റെ മുകളിൽ 12 മാസം വാറന്റി വെക്കുന്നുണ്ട്. ഓക്കെ, 12 മാസം വാറന്റി വെക്കുന്നുണ്ട്. ആൻഡ് എനിക്ക് അറിയില്ല, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ കൺസിഡർ ലൈക്ക് ദിസ്, എനിക്ക് അറിയാം ഒരു സെർട്ടൈൻ പീരീഡ് എത്തുന്ന സമയത്ത് എനിക്ക് ഇത്ര എമൗണ്ട് വരും. ഓക്കെ, ഇത്ര എമൗണ്ട് എനിക്ക് പേ ചെയ്യാൻ, എനിക്ക് ആ ഒരു ലയബിലിറ്റി മീറ്റ് ചെയ്യേണ്ടി വരും. ആൻഡ് ഇന്ന പേഴ്സൺ ആയിരിക്കും എനിക്ക് ആ ഒരു ലയബിലിറ്റി മീറ്റ് ചെയ്യേണ്ടി വരിക എന്ന് കൃത്യമായിട്ട് എനിക്ക് സെർട്ടൈൻ ആയിട്ട് പറയാൻ പറ്റിയാൽ, അല്ലെങ്കിൽ സബ്സ്റ്റാൻഷ്യൽ ഡിഗ്രി ഓഫ് എസ്റ്റിമേഷൻ യൂസ് ചെയ്തിട്ട് എനിക്ക് പറയാൻ പറ്റിയാൽ, അതിനെയാണ് നമ്മൾ പ്രൊവിഷൻ എന്ന് പറയുക. സിംപ്ലി ഇത്രയേ ഓർക്കേണ്ടേ ഉള്ളൂ. നമുക്ക് ഓക്കെ ഡാം ഷുവർ ആണ് നമുക്ക് ഈ ഒരു ഇയറിൽ ഒരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ നമ്മൾ പറയുവാണെങ്കിൽ കമ്പനി പറയുവാണ് ഈ ഒരു വർഷം നമ്മളൊരു പ്രൊഡക്ഷൻ ലൈൻ അടച്ചു പൂട്ടുവാൻ തീരുമാനിച്ചു. ഓക്കെ, നമ്മൾ തീരുമാനിച്ചു, അത് ഉറപ്പിച്ച കാര്യമാണ്. ആൻഡ് അതുവഴി കുറെ എംപ്ലോയീസിനെ നമ്മൾ പണിയില്ലാണ്ടാക്കും, ദാറ്റ് മീൻസ് റിഡൻഡന്റ് ആക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കവിടെ ഷുവർ ആണ് ഈ ഒരു വർഷം നമ്മൾ അടച്ചുപൂട്ടും, ഇത്രയും എംപ്ലോയീസിന് നമ്മൾ എന്ത് കൊടുക്കണം, എന്തേലും കൊടുക്കേണ്ടി വരും എന്തായാലും ഈ എംപ്ലോയീസ് പിരിഞ്ഞു പോകുന്ന സമയത്ത്. സോ നമ്മൾ അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യുക, ഒരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുക. ബിക്കോസ് നമുക്ക് അവിടെ എന്താണ്, ഷുവർ ആണ്, യെസ്, പ്രോബബിൾ ആണ് ഈ ഒരു ട്രാൻസാക്ഷൻ എന്തായാലും നമ്മുടെ കമ്പനി നടക്കാം, അല്ലെങ്കിൽ ഈ ഒരു ലയബിലിറ്റി നമ്മുടെ കമ്പനി എന്തായാലും മീറ്റ് ചെയ്യും. സോ ഈ ഒരു ടൈമിൽ നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എന്താണ് കണ്ടിന്റന്റ് ലയബിലിറ്റി? കണ്ടിന്റന്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇതേ കേസ് വെച്ച് തന്നെ നമുക്ക് പറയാം. ഓക്കെ, നമ്മുടെ കമ്പനി പറയുവാണ് നമ്മൾ അടച്ചു കൂട്ടും, പക്ഷെ ഈ ഒരു വർഷം വേണോ അടുത്ത വർഷം വേണോ നമുക്ക് ഷുവർ ഇല്ല. സോ അങ്ങനെ ഷുവേർട്ടി ഇല്ലാത്ത കേസിൽ, ഫോർ എക്സാമ്പിൾ ഒരു 10% മുതൽ ഒരു 30% വരെ നമ്മുടെ കമ്പനിക്ക് ഷുവേർട്ടി ഉള്ളൂ, നമ്മൾ അടച്ചു പൂട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട സാധനമാണ് കണ്ടിൻജന്റ് ലയബിലിറ്റി. ഓക്കെ, ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട സാധനമാണ് കണ്ടിൻജന്റ് ലയബിലിറ്റി. ഓക്കെ, സോ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, കമ്പനി ഇസ് ജസ്റ്റ് പോസിബിൾ
rather than probable that the company's production line will close down. That's it. അങ്ങനെയാണെങ്കിൽ എന്താണ് കണ്ടിൻജന്റ് അസറ്റ്? കണ്ടിൻജന്റ് അസറ്റ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, നമ്മളുടെ കമ്പനിക്ക് കിട്ടാനുള്ള certain type of assets ആയിരിക്കും. ആൻഡ് കമ്പനിക്ക് ഷുവർ ആണ്, ദാറ്റ് മീൻസ് കമ്പനിക്ക് 99% ഷുവർ ആണ് ഈ ഒരു അസറ്റ് എന്തായാലും നമ്മുടെ കയ്യിലേക്ക് കിട്ടും. ഓക്കെ, സോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ കമ്പനി എന്ത് ചെയ്യുക വെച്ചാൽ IAS 37 പ്രകാരം അവിടെ ഒരു കണ്ടിൻജന്റ് അസറ്റ് എന്നുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സിംപ്ലി നമ്മൾ പറയുന്ന വേർഡ് വിർച്വലി സെർട്ടൈൻ ആണ്. ഓക്കെ, സോ പ്രൊവിഷന്റെ കേസിൽ നമ്മൾ എന്ത് പറയുന്നു? പ്രോബബിലിറ്റി എന്ന് പറയുന്നു. അതേപോലെ തന്നെ കണ്ടിൻജന്റ് ലയബിലിറ്റിയുടെ കേസിൽ നമ്മൾ എന്ത് പറയുന്നു? പോസിബിൾ എന്ന് പറയുന്നു. കണ്ടിൻജന്റ് അസറ്റിന്റെ കേസിൽ വിർച്വലി സെർട്ടൈൻ എന്ന് പറയുന്നു. സോ ഈ ഒരു പോയിന്റ്സ് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കാം. ഓക്കെ, സോ ഇങ്ങനെ ഒരു കേസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ SOFP വരക്കുന്ന സമയത്ത് പ്രൊവിഷൻ എന്നുള്ള എമൗണ്ട്, ഓക്കെ, പ്രൊവിഷൻ എന്നുള്ള എമൗണ്ട് സെപ്പറേറ്റ് ഹെഡിങ്ങിലായിരിക്കും നമ്മുടെ ലയബിലിറ്റിയിൽ കാണിക്കും. ഓക്കെ, നമ്മുടെ ലയബിലിറ്റിയിൽ സെപ്പറേറ്റ് ഹെഡിങ് ആയിട്ടായിരിക്കും നമ്മുടെ പ്രൊവിഷൻ കാണിക്കുക. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ പ്രൊവിഷൻ നമുക്ക് സബ്സ്റ്റാൻഷ്യൽ ഡിഗ്രി ഓഫ് എസ്റ്റിമേഷന്റെ ബേസിസിൽ മാത്രമേ കൃത്യമായുള്ള രീതിയിൽ മെഷർ ചെയ്യും. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നോക്കാം, നമ്മളൊരു വാറന്റി പ്രൊവിഷന്റെ കേസ് തന്നെ പറയാം. ഓക്കെ, പ്രൊവിഷൻ ഫോർ ക്ലെയിം അണ്ടർ വാറന്റി, വേറെ മാനുഫാക്ചർ അഗ്രി ടു റീപേ എനി deficiencies in a product becoming apparent within 12 months of the date of sale. It is known that the warranty claim will arise, but the received value time are unknown. Okay, so actually കമ്പനിക്ക് ഒരു ഷുവർ ഉണ്ട് ഈ ഒരു വാറന്റി ക്ലെയിം വരും, പക്ഷേ കമ്പനിക്ക് എന്തില്ല? പ്രിസൈസ് ആയിട്ടുള്ള നമ്പർ ഇല്ല, വാല്യൂ ഇല്ല, അതേപോലെ തന്നെ ഏത് ടൈമിൽ ഇത് അറൈവ് ആവുന്നുള്ള ഒരു ഇതില്ല, ഒരു ഐഡിയ ഇല്ല. ഓക്കെ, സോ അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ എന്ത് പറയാം, അവിടെ നമുക്ക് എന്ത് മെഷർ ചെയ്യാൻ പറ്റില്ല? സബ്സ്റ്റാൻഷ്യൽ ഡിഗ്രി യൂസ് ചെയ്ത് മെഷർ ചെയ്യാൻ പറ്റില്ല. സോ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ നമുക്ക് എന്ത് വേണം? കൃത്യമായിട്ടുള്ള ജഡ്ജ്മെന്റൽ ഡിസിഷൻ പവർ വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ എന്ത് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? സബ്സ്റ്റാൻഷ്യൽ ഡിഗ്രി എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഐ തിങ്ക് യു ഗോട്ട് ദി ഐഡിയ. അതേപോലെ നമ്മൾ പ്രൊവിഷൻ വേണമെങ്കിൽ കറന്റ് ലയബിലിറ്റി ആയിട്ട് നമുക്ക് കാണിക്കാം, അല്ലെങ്കിൽ നോൺ കറന്റ് ലയബിലിറ്റി ആയിട്ട് കാണിക്കാം. ഇറ്റ് ഈസ് പ്യൂർലി ബേസ്ഡ് ഓൺ ദി നേച്ചർ. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ടാക്സിനെ പറ്റിയിട്ടാണ്. ആക്ച്വലി എന്താണ് ടാക്സ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, നമ്മൾ ഡെയിലി ബേസിൽ എന്ത് പേ ചെയ്യുന്നുണ്ട്? ടാക്സ് പേ, അല്ലെങ്കിൽ ഇയർലി ബേസിൽ എന്ത് പേ ചെയ്യുന്നുണ്ട്? ടാക്സ് പേ ചെയ്യുന്നുണ്ട്. ആൻഡ് നമുക്കറിയാം കമ്പനി എന്താണ്? സെപ്പറേറ്റ് ലീഗൽ പേഴ്സൺ ആണ്. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളുടെ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് കമ്പനി എന്ത് ചെയ്യും? ടാക്സ് പേ ചെയ്യും. ഓക്കെ, കമ്പനി ടാക്സ് പേ ചെയ്യും. അത് കഴിഞ്ഞിട്ട് മാത്രമേ കമ്പനി എന്ത് ചെയ്യുള്ളൂ? ഡിവിഡൻഡ് പോലും പേ ചെയ്യുള്ളൂ. ഓക്കെ, സോ കമ്പനി സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി പേ ടാക്സ് ഓൺ ഇറ്റ്സ് പ്രോഫിറ്റ്. പ്രോഫിറ്റിന്റെ മുകളിലാണ്. ലയബിലിറ്റി ഈസ് നോട്ട് അപ്പോൺ ഓണർ. ഓണറിന്റെ കയ്യിലല്ല എന്തുള്ളത്? ലയബിലിറ്റിൻ്റെത് ആരുടെ കയ്യിലാണ്? കമ്പനിയുടെ കയ്യിൽ തന്നെയാണ്, ബിക്കോസ് ഓഫ് ദിസ് പെർട്ടിക്കുലർ റൂൾ. ഓക്കെ, സോ ടാക്സ് ഈസ് therefore treated as a deduction from profit. ഓക്കെ, സോ ടാക്സ് നമ്മൾ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? നമ്മുടെ പ്രോഫിറ്റിൽ നിന്നുള്ള ഒരു ഡിഡക്ഷൻ ആയിട്ടാണ്. ഓക്കെ, അതേപോലെ നമുക്ക് എന്തെങ്കിലും ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് അൺപെയ്ഡ് ടാക്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷന്റെ ടാക്സ് പേയബിൾ എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ കാണിക്കുക. നമ്മളിത് എയ്തർ നമുക്ക് വേണമെങ്കിൽ നോൺ കറന്റ് ആയിട്ട് കാണിക്കാം, അല്ലെങ്കിൽ കറന്റ് ആയിട്ട് കാണിക്കാം. ഇറ്റ് ഈസ് പ്യൂർലി ബേസ്ഡ് ഓൺ ദി സർക്കംസ്റ്റൻസ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ അടുത്ത നമുക്ക് നോക്കാനുള്ളത് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ടാക്സ് അക്കൗണ്ട് ചെയ്യാൻ പറ്റും. ആക്ച്വലി നമ്മുടെ ഈ ഒരു സ്റ്റഡി മെറ്റീരിയൽ പ്രകാരം നമുക്ക് ഒറ്റ മെത്തേഡിൽ മാത്രമേ ടാക്സ് അക്കൗണ്ട് ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ടാക്സ് എന്ന് പറയുന്ന സാധനം കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? നമ്മൾ ഇന്നലെ 5 കാറ്റഗറീസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, ഇൻകം, എക്സ്പെൻസസ്. ഇങ്ങനെ 5 കാറ്റഗറീസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ 5 കാറ്റഗറിയിൽ ഏതാണ് നമ്മുടെ ടാക്സിന്റെ എലമെന്റ് വരിക? ദാറ്റ് മീൻസ് ടാക്സ് നമ്മൾ പേ ചെയ്യുവാണ്. സോ ദാറ്റ് ഈസ് ടാക്സ് എക്സ്പെൻസ്. ഓക്കെ, സോ ടാക്സ് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് കൂടുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളത് എവിടെ കാണിക്കുന്ന പഠിച്ചിട്ടുണ്ടായിരുന്നേ? യെസ്, എന്താണ്? ഡെബിറ്റ് ബാലൻസ് കൂടുന്നു. സോ ദാറ്റ് ഡെബിറ്റ് എക്സ്പാൻസ്. അങ്ങനെയാണെങ്കിൽ ക്രെഡിറ്റിൽ എന്ത് വരും? അതേ സമയത്ത് നമ്മുടെ എന്ത് കൂടുന്നു? ഒരു പേയബിൾ കൂടുന്നു. ബിക്കോസ് നമ്മൾ എന്ത് പറയുന്നു? നമ്മുടെ
ടാക്സ് ലയബിലിറ്റി അറേസ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്, യെറ്റ് നമ്മൾ പേ ചെയ്തിട്ടില്ല. സോ ഡെബിറ്റ് ബാലൻസ് ടാക്സ് എക്സ്പെൻസ് കാണിക്കുക. ക്രെഡിറ്റ് ബാലൻസ് നമ്മുടെ എന്ത് കൂടുന്നു, ലയബിലിറ്റി കൂടുന്നു. ഓക്കെ, നമ്മുടെ ലയബിലിറ്റി കൂടുന്നു. സോ ദാറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ടാക്സ് പേയബിൾ അക്കൗണ്ട് ക്രെഡിറ്റ് എന്നുള്ള രീതിയിൽ കാണിക്കാം. സോ ഇതായിരിക്കും നമ്മുടെ ഡബിൾ എൻട്രി വരിക. നെക്സ്റ്റ് വൺ, when a tax payment is made, ഒരു ടാക്സ് പേയ്മെന്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത്, ദാറ്റ് മീൻസ് ടാക്സ് നമ്മൾ പേ ചെയ്യുവാണ്, അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? യെസ്, നമ്മുടെ കയ്യിൽ നിന്ന് അൾട്ടിമേറ്റ്ലി എന്ത് പോകുന്നുണ്ടാവും, ക്യാഷ് പോകുന്നുണ്ടാവും. അതേപോലെ നമ്മുടെ എന്ത് കുറയും, ലയബിലിറ്റി കുറയും. നമ്മുടെ ഒരു അസറ്റ് കുറഞ്ഞാൽ നമ്മളിത് എവിടെ കാണിക്കും, ക്രെഡിറ്റിൽ കാണിക്കും. അതേ സമയത്ത് ലയബിലിറ്റി കുറഞ്ഞാൽ നമ്മൾ എവിടെ കാണിക്കും, ഡെബിറ്റിൽ കാണിക്കും. സോ എങ്ങനെയായിരിക്കും നമ്മുടെ ട്രാൻസാക്ഷൻ വരിക, ഡെബിറ്റ് ടാക്സ് പേയബിൾ അക്കൗണ്ട്, ക്രെഡിറ്റ് ക്യാഷ് അറ്റ് ബാങ്ക്. ഓക്കെ, സോ ഇങ്ങനെയായിരിക്കും നമ്മുടെ ജേർണൽ എൻട്രീസ് വരിക. ആൻഡ് നമ്മുടെ റിപ്പോർട്ടിംഗ് പീരീഡിന്റെ എൻഡ് ആവുന്ന സമയത്ത് എന്തെങ്കിലും ടാക്സ് ബാലൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മളത് ടാക്സ് പേയബിൾ എന്നുള്ള രീതിയിൽ ക്യാരി ഡൗൺ ചെയ്തിട്ട് എവിടെ കാണിക്കും, SOFP കാണിക്കും. എയ്തർ ഇറ്റ് കറന്റ് ലയബിലിറ്റി അല്ലെങ്കിൽ നോൺ കറന്റ് ലയബിലിറ്റി എന്നുള്ള രീതിയിൽ കാണിക്കും. മെയിൻലി നമ്മൾ ഏതിലായിരിക്കും കാണിക്കുക, കറന്റ് ലയബിലിറ്റി എന്നുള്ള കേസിലായിരിക്കും SOFP കാണിക്കുക. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ കേസിലാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് റെഗുലേറ്ററി ഫ്രെയിംവർക്ക്സ്. സോ അങ്ങനെയാണെങ്കിൽ എന്താണ് ആക്ച്വലി റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇന്നലെ ആക്ച്വലി നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ കേസ് പറയുന്ന സമയത്ത് കമ്പാരിസൺ എന്ന് പറഞ്ഞിട്ടൊരു സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി നമ്മൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മറ്റൊരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുമായിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം, കൃത്യമായിട്ട് ലേ ഔട്ടും അതേപോലെ തന്നെ കൃത്യമായിട്ട് വാല്യൂഷൻ കാര്യങ്ങളൊക്കെ, ദാറ്റ് മീൻസ് ഒരു പെർട്ടിക്കുലർ ഫോമാറ്റ് നമ്മൾ ഫോളോ ചെയ്യണം. സോ അതിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയാ, റെഗുലേറ്ററി ഫ്രെയിംവർക്ക് പറയുക. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. രണ്ട് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കമ്പയർ ചെയ്യുന്നു, അതിൽ നിന്നും യൂസേഴ്സിന് എന്തെടുക്കണം, കൃത്യമായിട്ടൊരു എക്കണോമിക് ഡിസിഷൻ എടുക്കണം. സോ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കമ്പയർ ചെയ്യാൻ ഈസി ഉള്ള രീതിയിലുള്ള ഫോർമാറ്റ്സും കാര്യങ്ങളും പ്രിപ്പയർ ചെയ്ത് വെക്കും. അതിനെയാണ് നമ്മൾ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്ന് പറയാം. ആൻഡ് ആ ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്സിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം എന്തൊക്കെ ഐറ്റംസ് ആണ് മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, അതാണ് അടുത്തത് നോക്കാൻ. ഫസ്റ്റ് വൺ, കണ്ടന്റ് നോക്കാം. ദാറ്റ് മീൻസ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അകത്ത് എന്തൊക്കെ കണ്ടന്റ് ആണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ എന്തൊക്കെ സപ്പോർട്ടിങ് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, അത് കൃത്യമായിട്ട് നമ്മൾ നോക്കുക. സെക്കൻഡ്ലി എന്താണ്, അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ്. ദാറ്റ് മീൻസ് നമ്മുടെ ഓരോ ഫിഗേഴ്സും നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, ഓരോ ഇൻഡിവിജ്വൽ ഫിഗേഴ്സ്, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം IAS 2 ഇൻവെന്ററീസ് ഫോളോ ചെയ്തിട്ടാണോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ വേറൊരു പെർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്തിട്ടാണോ ചെയ്യേണ്ടത്, അത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുക. ആൻഡ് അതിന്റെ ബേസിസിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഓരോ ഫിഗേഴ്സും പ്രിപ്പയർ ചെയ്യാൻ. തേർഡ് വൺ എന്താണ്, പ്രസന്റേഷൻ. യെസ്, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ വേണം നമ്മൾ പ്രസന്റ് ചെയ്യാൻ. എപ്പോഴും ഓർക്കുക, നിങ്ങൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ഫെയ്ത്ത്ഫുൾ ആയിട്ട് പ്രസന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫെയർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക. ഇത് നമ്മൾ ഡീറ്റെയിലി പഠിച്ചതാണ്. ഓക്കെ, സോ ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ അടുത്ത നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എങ്ങനെ പ്രസന്റ് ചെയ്യും നോക്കാം. ആക്ച്വലി നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ SOPL, SOFP പോലെയുള്ള ഐറ്റംസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിന്റെ മെയിൻ എയിം എന്തായിരിക്കും? യെസ്, യൂസേഴ്സിന് കുറച്ചുകൂടി ഈസിലി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ഫോർമാറ്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യണം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ആണ് മെയിൻലി കൺസേൺഡ് ആയിട്ടുണ്ടാവുക? ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ ഒരു കമ്പനിയുടെ പെർട്ടിക്കുലർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വായിക്കുന്ന സമയത്ത് നമ്മുടെ യൂസേഴ്സിന് കുറച്ച് ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, സോ പെർട്ടിക്കുലർ ആയിട്ടുള്ള കുറച്ച് ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ആ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടല്ലോ, അത് കൃത്യമായിട്ട് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മീറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ദാറ്റ് മീൻസ് യൂസേഴ്സിന്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മീറ്റ് ചെയ്തിരിക്കണം. സോ അത് മീറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട certain ഐറ്റംസ് ഉണ്ട്. ഫസ്റ്റ് എന്ന് വെച്ചാൽ ഒരിക്കലും അതൊരു കോംപ്ലക്സ് ലേ ഔട്ടിലായിരിക്കരുത് ഫോർമാറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് എന്ന് വെച്ചാൽ അതിന്റെ ഫോർമാറ്റ് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കാം.
ഓക്കെ, ദാറ്റ് മീൻസ് കൃത്യമായിട്ട് അണ്ടർസ്റ്റാൻഡ് ആവുന്ന രീതിയിലുള്ള ഫോർമാറ്റും കാര്യങ്ങളും മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, സെക്കൻഡ്ലി നമുക്ക് പറയാനുള്ളത് ഡിഫറെന്റ് കമ്പനീസിന്റെ റിസൾട്ട്സ് അല്ലെങ്കിൽ പ്രയർ ഇയർ റിസൾട്ട്സ്, ബജറ്റുമായിട്ടുള്ള റിസൾട്ട്സ്, ഇതൊക്കെ കൃത്യമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫോർമാറ്റും കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, സോ ഈ രണ്ട് പോയിന്റ്സ് ആണ് മെയിൻലി നമുക്ക് പറയാനുള്ളത്. സോ ഈ രണ്ടാമത്തെ പോയിന്റ്, ദാറ്റ് മീൻസ് കമ്പാരിസൺ എന്നുള്ള പോയിന്റ് ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മുടെ IAS 1 പ്രസന്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ഓക്കെ, IAS 1 പ്രസന്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രകാരമാണ് നമ്മൾ ഓരോ ഫിഗേഴ്സും റിപ്പോർട്ട് ചെയ്യും. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാനുണ്ട് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് സ്ട്രക്ചറും അതേപോലെ തന്നെ എന്തൊക്കെ കണ്ടന്റ് വെക്കണം. ഫസ്റ്റ് വൺ നമ്മൾ നോക്കേണ്ടത് വെച്ചാൽ നമ്മുടെ കമ്പനിയുടെ നെയിമാണ്. ഓക്കെ, ഫസ്റ്റ് വൺ നമ്മൾ നോക്കേണ്ടത് കമ്പനിയുടെ നെയിമാണ്. സെക്കൻഡ്ലി നമ്മൾ എന്താണ് നോക്കേണ്ടത്, എന്നാണ് നമ്മുടെ കമ്പനിയുടെ റിപ്പോർട്ടിംഗ് പീരീഡ് വരുന്നത്, അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ദി സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ വരുന്നത്. നോർമലി എപ്പോഴായിരിക്കും, 12 months, ദാറ്റ് മീൻസ് ഫിസിക്കൽ പീരീഡ് എന്ന് പറയുന്നത് 12 മാസമായിരിക്കും. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. അതേപോലെ തന്നെ നമ്മുടെ അസറ്റിന്റെ കാറ്റഗറി വരുന്ന സമയത്ത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, കറന്റ് അസറ്റ്, നോൺ കറന്റ് അസറ്റ്. ലയബിലിറ്റിയുടെ കേസ് വരുന്ന സമയത്ത് കറന്റ് ലയബിലിറ്റി, നോൺ കറന്റ് ലയബിലിറ്റി, ഇങ്ങനെ കൃത്യമായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഉണ്ട്. ഓക്കെ, എന്താണ് കറന്റ് നോൺ കറന്റ് എന്ന് അറിയാമോ? കറന്റ് എന്ന് വെച്ചാൽ 12 months ഉള്ളിലുള്ളത്, നോൺ കറന്റ് എന്ന് വെച്ചാൽ മോർ ദാൻ 12 months. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ സെർട്ടേൺ റൂൾസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഓരോ സ്റ്റാൻഡേർഡ്സും, ഫോർ എക്സാമ്പിൾ നമ്മുടെ IAS സ്റ്റാൻഡേർഡ്സ്, IFRS സ്റ്റാൻഡേർഡ്സ്, ഇതൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടാവും. സോ ഇതൊക്കെ ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ യൂസേഴ്സിന് ഓക്കെ നമ്മൾ ഇന്നതൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്ക്ലോഷർ നോട്ട് യൂസ് ചെയ്യുക. എന്ത് ചെയ്യുക, ഡിസ്ക്ലോഷർ നോട്ട് യൂസ് ചെയ്യുക. ആൻഡ് കൃത്യമായിട്ട് ഓരോ ഐറ്റംസും നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്ക്ലോസ് ചെയ്യുക. സോ വൺസ് ഈ ഡിസ്ക്ലോഷർ നോട്ട് വായിക്കുന്ന സമയത്ത് യൂസേഴ്സിന് അതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ലഭിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് കോസ്റ്റ് മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്, ദാറ്റ് മീൻസ് മെഷർമെന്റ് മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് മെത്തേഡ് ആണോ, NRV മെത്തേഡ് ആണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെത്തേഡ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഏത് അക്കൗണ്ടിങ് പോളിസിയാണ് നമ്മൾ നമ്മുടെ കമ്പനിയിൽ യൂസ് ചെയ്യുന്നത്, ക്യാഷ് ബേസ് യൂസ് ചെയ്യുന്നുണ്ടോ, അക്രൂവൽ ബേസ് യൂസ് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഏതിലുണ്ടാവണം, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഡിസ്ക്ലോഷേഴ്സിൽ ഉണ്ടാവും. ഓക്കെ, സോ ഐ തിങ്ക് ഇത്രയും ക്ലിയർ ആണ്. ഓക്കെ, സോ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ്. ഓക്കെ, നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് നമുക്ക് അടുത്ത് നോക്കാനുള്ളത്. IAS 1 പ്രസന്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രകാരം നമ്മുടെ SOPL പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പെർട്ടിക്കുലർ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഡിസ്ക്ലോഷേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ഒരു SOPL നമുക്ക് ചെയ്യാൻ പറ്റുക, അതാണ് നമുക്ക് നോക്കാം. സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. സോ ഇങ്ങനെയായിരിക്കും നമ്മുടെ P&L ഉണ്ടാവുക. ഓക്കെ, ഇങ്ങനെയായിരിക്കും നമ്മുടെ P&L. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യുക, ഏത് കമ്പനിയുടെ ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, നെയിം ഓഫ് ദി കമ്പനി, നമ്മൾ നേരത്തെ പറഞ്ഞു നെയിം ഓഫ് ദി കമ്പനി. സെക്കൻഡ് എന്താണ്, റിപ്പോർട്ടിംഗ് ഡേറ്റ് കാണിക്കുക. സോ നെയിം ഓഫ് ദി കമ്പനി എന്താണ്, ഫോക്കസ് PLC ആണ്. റിപ്പോർട്ടിംഗ് എന്താണ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദി ഇയർ എൻഡഡ് 31st December 2023. സോ റവന്യൂ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് കാണിക്കുക, നമ്മുടെ കമ്പനിയിലേക്ക് വരുന്ന റവന്യൂ കാണിക്കുക. സോ റവന്യൂയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുക. പിന്നീട് ഏത് നോക്കുക, കോസ്റ്റ് ഓഫ് സെയിൽസ് നോക്കുക. പിന്നീട് ഏത് നോക്കുക, ഗ്രോസ് പ്രോഫിറ്റ് നോക്കുക. പിന്നീട് ഏതാണ്, അതർ ഇൻകം. വാട്ട് ഈസ് ഗ്രോസ് പ്രോഫിറ്റ്? Sales minus cost of sales is your gross profit. Okay. That means direct. Okay, direct. Next ഏതാണ്, അതർ ഇൻകം കാണിക്കുക. ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്, അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ്, ഫിനാൻസ് കോസ്റ്റ്, PBT. What is PBT? Yes, gross profit plus other income minus distribution cost minus administration cost minus finance cost. Okay, ഇതാണ് നമ്മുടെ എന്ത്, പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറയുന്ന എലമെന്റ്. ഓക്കെ, അടുത്ത ഏതാണ്, ടാക്സ് എക്സ്പെൻസ് ആണ്. ഓക്കെ, ടാക്സിന്റെ കേസിൽ പറഞ്ഞിരിക്കുന്ന എക്സ്പെൻസ്. പിന്നീട് എന്താണ്, പ്രോഫിറ്റ് ഫോർ ദി ഇയർ, പ്രോഫിറ്റ് ഫോർ ദി പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, യെസ്, PBT മൈനസ് ടാക്സ്.
സോ ഇങ്ങനെയാണ് നമ്മൾ ബേസിക്കലി നമ്മുടെ ഒരു SOPL പ്രിപ്പയർ ചെയ്യും. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ ഇൻഡിവിജ്വൽ ഐറ്റത്തെ പറ്റിയും ഒന്ന് ജസ്റ്റ് സംസാരിച്ചിട്ട് പോകാം. ഫസ്റ്റ് വൺ നമുക്ക് റവന്യൂവിനെ പറ്റിയിട്ടാണ് സംസാരിക്കാനുള്ളത്. റവന്യൂവിന്റെ അകത്ത് റവന്യൂവിന്റെ അകത്ത് ക്യാഷ് സെയിൽസും ഇൻക്ലൂഡഡ് ആയിരിക്കും, ക്രെഡിറ്റ് സെയിൽസും ഇൻക്ലൂഡഡ് ആയിരിക്കും. ഓക്കെ, ക്യാഷ് സെയിൽസും ഇൻക്ലൂഡഡ് ആയിരിക്കും, അതേപോലെ തന്നെ ക്രെഡിറ്റ് സെയിൽസും ഇൻക്ലൂഡഡ് ആയിരിക്കും. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് അല്ലാത്തത്? ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ നമ്മുടെ ട്രേഡ് ഡിസ്കൗണ്ട് പോലുള്ള ഐറ്റംസ് ഇൻക്ലൂഡഡ് ആയിരിക്കും. സെക്കൻഡ് വൺ എന്ന് വെച്ചാൽ നമ്മുടെ വാറ്റ് റീഫണ്ട് പോലുള്ള ഐറ്റംസ് ഒന്നും ഇൻക്ലൂഡ് ആയിട്ടില്ല. ഈ ട്രേഡ് ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ക്യാഷ് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ, ദാറ്റ് മീൻസ് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുത്തിരിക്കുന്ന ക്യാഷ് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെ നിന്നാണ് ഡിഡക്ട് ചെയ്യുക? നോർമലി നമ്മൾ കാണിക്കുക അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസിലാണ്, റവന്യൂവിൽ നമ്മൾ കാണിക്കാറില്ല. ഓക്കെ, സോ അടുത്ത നമുക്ക് നോക്കാനുള്ളത് കോസ്റ്റ് ഓഫ് സെയിൽസ്, ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്, അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ്. ആക്ച്വലി ഈ മൂന്ന് കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യാൻ കമ്പനിക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. ഓക്കെ, സോ കമ്പനി ഫോർ എക്സാമ്പിൾ ഒരു പെർട്ടിക്കുലർ ഫോർമാറ്റ് യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ റൂൾ യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ പെർട്ടിക്കുലർ ക്ലാസിഫിക്കേഷന്റെ ബേസിസിൽ, നേച്ചറിന്റെ ബേസിസിൽ, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന്റെ ബേസിൽ, ഇങ്ങനെയൊക്കെ ആയിരിക്കാം ഈ ഒരു മൂന്ന് കോസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയറക്റ്റ് കോസ്റ്റ് പോലുള്ള ഐറ്റംസ് ആണ്. ദാറ്റ് മീൻസ് നമ്മുടെ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു കോസ്റ്റ്, ദാറ്റ് മീൻസ് ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോസ്റ്റ് വരും. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? കോസ്റ്റ് ഓഫ് സെയിൽസ് അല്ലെങ്കിൽ ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയാ. ഓക്കെ, കോസ്റ്റ് ഓഫ് സെയിൽസ് അല്ലെങ്കിൽ ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയാം. സോ അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസിൽ എന്തൊക്കെ ഐറ്റംസ് ഇൻക്ലൂഡഡ് ആവും? ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ പെർച്ചേസ് ചാർജ് വരും. അതേപോലെ തന്നെ എന്തെങ്കിലും ക്യാരേജ് ഇൻവാൾവിന്റെ കേസിൽ നമ്മുടെ ഓപ്പണിംഗ് ക്ലോസിംഗ് ഇൻവെന്ററി ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതേപോലെ നമ്മുടെ ഇൻവെന്ററിയുടെ കേസിൽ എന്തെങ്കിലും ലോസസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ കാണിക്കും, നമ്മുടെ കോസ്റ്റ് ഓഫ് സെയിൽസിൽ കാണിക്കും. സെക്കൻഡ്, നമ്മുടെ കമ്പനി ഒരു മാനുഫാക്ചറിങ് കമ്പനി ആണെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പ്രൊഡക്ഷൻ സ്റ്റാഫിനെ വേണ്ടി വന്നിട്ടാവും. അതേപോലെ തന്നെ മെയിൻ്റെനൻസ് കൃത്യമായിട്ട് നടന്നിരിക്കണം. ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് വരും നമ്മുടെ നോൺ കറന്റ് അസറ്റിന്റെ കേസിലൊക്കെ. അതേപോലെ തന്നെ നമ്മുടെ നോൺ കറന്റ് അസറ്റും കാര്യം, ദാറ്റ് മീൻസ് നമ്മുടെ പ്രൊഡക്ഷന് ഡയറക്ട്ലി റിലേറ്റഡ് ആയിരിക്കുന്ന നോൺ കറന്റ് അസറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് വരാം? ലോസും കാര്യങ്ങളൊക്കെ വരാം. സോ ഇങ്ങനെയുള്ള കേസ് ഒക്കെ നമ്മൾ എവിടെ ഇൻക്ലൂഡ് ചെയ്യുക? നമ്മുടെ കോസ്റ്റ് ഓഫ് സെയിൽസിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ഡിസ്ട്രിബ്യൂഷനും അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ എന്ന് വെച്ചാൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. ആൻഡ് പ്യൂർലി നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഐറ്റം വൺസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ നമ്മുടെ കസ്റ്റമറിന്റെ കയ്യിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ എക്സ്പെൻസസ് വരുന്നു, അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എന്ന് പറയാം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് വൺ, വേജ് ഓഫ് മാർക്കറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാഫ്. ഓക്കെ, ദാറ്റ് മീൻസ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിംഗിന്റെ കേസിലൊക്കെ വരുന്ന സ്റ്റാഫ്സിന്റെ വേജസ്. സെക്കൻഡ് വൺ എന്ന് വെച്ചാൽ നമ്മുടെ സെയിൽസ് കമ്മീഷൻ. ദാറ്റ് മീൻസ് ആ ഒരു പെർട്ടിക്കുലർ സെയിൽസ് കസ്റ്റമറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്കൊരു ഏജന്റ് കമ്മീഷനും കാര്യങ്ങളൊക്കെ വരും. അത് നമ്മൾ എവിടെ കാണിക്കുക? ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റിലെ സെയിൽസ് കമ്മീഷൻ എന്നുള്ള രീതിയിൽ കാണിക്കുക. പിന്നീട് എന്താണ്? ഈ ഒരു ഡെലിവറി കൃത്യ ലൊക്കേഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡെലിവറി വെഹിക്കിൾസ് വരും, അതേപോലെ തന്നെ ക്യാരിങ് കാർഡ്സ് വരും. അതിന്റെയൊക്കെ ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. പിന്നീട് എന്ത് വരും? യെസ്, ഈ ഒരു പെർട്ടിക്കുലർ മോട്ടോർ വെഹിക്കിളിന്റെ കേസിൽ ഡിപ്രീസിയേഷൻ ചാർജ് ഒക്കെ വരും. സോ അത് കാണിക്കുക. അതേപോലെ തന്നെ അഡ്വർടൈസ്മെന്റും പ്രൊമോഷനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് വാനും കാര്യങ്ങളൊക്കെ റൺ ചെയ്യേണ്ടി വരും, അതൊക്കെ കാണിക്കുക. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള പെർട്ടിക്കുലർ അസറ്റ്സും കാര്യങ്ങളൊക്കെ, ദാറ്റ് മീൻസ് ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ പെർട്ടിക്കുലർ റിലേറ്റഡ് ആയിട്ടുള്ള അസറ്റ്സും കാര്യങ്ങളൊക്കെ ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ലോസ് വന്നിട്ടെങ്കിൽ അതും നമ്മൾ എവിടെ കാണിക്കുക? ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റിന്റെ അകത്ത് കാണിക്കുക. ഓക്കെ, പിന്നീട് എന്താണ്? യെസ്, നമ്മുടെ നോൺ കറന്റ് അസറ്റ്സ്, ദാറ്റ് മീൻസ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് ഫോർ എക്സാമ്പിൾ ഒരു വാൻ കൺസിഡർ ചെയ്യാം. ഈ ഒരു വാൻ നമുക്കൊരു 5 വർഷത്തേക്കാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം അസറ്റിന്റെ കേസിൽ നമുക്ക് എന്ത് വരും? ഡിപ്രീസിയേഷൻ വരും. സോ ഇങ്ങനെ വരുന്ന ഡിപ്രീസിയേഷൻ ചാർജസും കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെ കാണിക്കുക? നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റിൽ കാണിക്കുക. അതേപോലെ തന്നെ പിന്നീട് എന്ത് കാണിക്കുക? നമ്മുടെ അഡ്വർടൈസ്മെന്റും സെല്ലിംഗ് ആക്ടിവിറ്റീസിനൊക്കെ വരുന്ന കോസ്റ്റും കാര്യങ്ങളൊക്കെ. ദാറ്റ് മീൻസ് സിൻസ് ദീസ് ആർ പാർട്ട് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്, ദാറ്റ് മീൻസ് ഈ ഒരു പെർട്ടിക്കുലർ അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ പെർട്ടിക്കുലർ സെല്ലിംഗ് ആക്ടിവിറ്റീസ്, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം പരസ്യമൊക്കെ കാണുന്ന പോലെ ഒരു പരസ്യം കണ്ടിട്ട് നമ്മൾ ചിലപ്പോൾ പ്രൊഡക്റ്റിൽ വാങ്ങാൻ ചാൻസ് ഉണ്ട്. സോ ആ ഒരു ആഡ് ആണ് ആക്ച്വലി എന്ത്? ആ ഒരു പെർട്ടിക്കുലർ ഐറ്റം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഐ തിങ്ക് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റിലേക്ക് വരുന്ന ഐറ്റംസ് ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത് നമുക്ക് നോക്കാനുള്ളത്
അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസിലേക്ക് വരുന്ന ഐറ്റം ആണ്. സോ ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിന്റെ വേജസ് ആൻഡ് സെക്കൻഡ് വൺ എന്ന് വെച്ചാൽ നമ്മുടെ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ഡയറക്ട്ലി റിലേറ്റഡ് ആയിട്ട് നമുക്ക് എന്ത് വരും, സെർട്ടൈൻ നോൺ കറന്റ് അസറ്റ്സും കാര്യങ്ങളൊക്കെ വരും. അങ്ങനെയാണെങ്കിൽ ആ ഒരു അസറ്റിനെ കേസിൽ വരുന്ന ഡിപ്രീസിയേഷൻസ് അതൊക്കെ നമ്മൾ എവിടെ കാണിക്കുക, അഡ്മിനിസ്ട്രേഷനിൽ കാണിക്കുക. അതേപോലെ തന്നെ ഈ ഒരു അസറ്റ് വിൽക്കുന്ന സമയത്ത് ലോസും കാര്യങ്ങളൊക്കെ വന്നാൽ അഡ്മിനിസ്ട്രേഷനിൽ കാണിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഇൻടാഞ്ചിബിൾ അസറ്റ്സിന്റെ കേസിൽ അമോർട്ടൈസേഷൻ കാര്യങ്ങളൊക്കെ വന്നാൽ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസിൽ കാണിക്കുക. അതേപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മൾ ഡിസ്കൗണ്ട് കൊടുത്താൽ അത് എവിടെ കാണിക്കുക, അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസിൽ കാണിക്കുക. അതേപോലെ നമ്മുടെ ഇൻവെന്ററിയുടെ കേസിൽ സബ്സ്റ്റാൻഷ്യൽ ലോസും കാര്യങ്ങളൊക്കെ വന്നാൽ അത് എവിടെ കാണിക്കുക, അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസിൽ കാണിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഈ റിക്കവറബിൾ ഡെപ്റ്റ് എക്സ്പെൻസും എവിടെ കാണിക്കുക, അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസിൽ കാണിക്കുക. ഓക്കെ, സോ ഇത്രയുമാണ് കോസ്റ്റ് ഓഫ് സെയിൽസ്, അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ്, അതേപോലെ തന്നെ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്. ഈ 3 കേസിൽ പറയാനുണ്ട്. അടുത്ത് നമുക്ക് നോക്കേണ്ടത് അതർ ഇൻകത്തെ പറ്റിയിട്ടാണ്. ഓക്കെ, അതർ ഇൻകത്തിലെ എന്തൊക്കെ ഐറ്റംസ് വരും നോക്കും. അതർ ഇൻകത്തിൽ ഫസ്റ്റ് വരുന്നത് ഡിവിഡൻഡ് റിസീവ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആണ്. എന്താണ്, ഡിവിഡൻഡ് റിസീവ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഫസ്റ്റ് ഐറ്റം ആയിട്ട് വരിക. സെക്കൻഡ് ഐറ്റം എന്താണ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ സേവിങ്സ്. ഓക്കെ, സോ ഡിവിഡൻഡ് റിസീവ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളൊരു പെർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടാവും, അതിന്റെ ബേസിസിൽ നമുക്ക് എന്ത് കിട്ടും, ഡിവിഡൻഡും കാര്യങ്ങളൊക്കെ കിട്ടും. അത് അതർ ഇൻകത്തിൽ കാണിക്കുക. സെക്കൻഡ്ലി എന്താണ്, നമ്മളൊരു ബാങ്കില് പെർട്ടിക്കുലർലി ഒരു ബാങ്കില് കുറച്ച് സേവിങ്സും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ സേവിങ്സിന്റെ മുകളിൽ നമുക്ക് എന്ത് കിട്ടും, ഇൻട്രസ്റ്റ് കിട്ടും. ഈ ഇൻട്രസ്റ്റ് എവിടെ കാണിക്കുക, അതർ ഇൻകത്തിൽ കിട്ടുക. അതേപോലെ തന്നെ നമ്മളൊരു പെർട്ടിക്കുലർ പ്രോപ്പർട്ടി എന്ത് ചെയ്യുന്നു, റെന്റിന് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ റെന്റിന് കിട്ടുന്ന ഇൻകംസും എവിടെ കാണിക്കുക, അതർ ഇൻകത്തിൽ കാണിക്കുക. അതേപോലെ തന്നെ ലാസ്റ്റ് വൺ എന്താണ്, ഡിസ്കൗണ്ട് റിസീവ് ഫ്രം സപ്ലൈസ്. നമ്മുടെ സപ്ലയേഴ്സിന്റെ കയ്യിൽ നിന്നും, സ്പെഷ്യലി നോട്ട് ചെയ്യുക, നമ്മുടെ സപ്ലയേഴ്സിന്റെ കയ്യിൽ നിന്നും നമുക്കൊരു ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എവിടെ കാണിക്കുക, അതർ ഇൻകത്തിൽ കാണിക്കുക. അതേ സമയത്ത് നമ്മൾ കസ്റ്റമേഴ്സിന് ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എവിടെ കാണിക്കുക, അഡ്മിനിസ്ട്രേഷനിൽ കാണിക്കുക. ഓക്കെ, പിന്നീട് നമുക്ക് പെർട്ടിക്കുലർ ഐറ്റത്തിന്റെ കേസിൽ ഇൻഷുറൻസ് പ്രൊസീജിയറിന്റെ ക്ലെയിംസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എവിടെ കാണിക്കുക, അതർ ഇൻകത്തിൽ കാണിക്കുക. അതേപോലെ തന്നെ നോൺ കറന്റ് അസറ്റ്സിന്റെ കേസിൽ നേരത്തെ നമ്മൾ പറഞ്ഞു ലോസിന്റെ കേസ് വരുന്ന സമയത്ത് ഓരോ എങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഓരോ ഐറ്റംസിലേക്കും വരുന്ന സമയത്ത് കാറ്റഗറൈസ് എങ്ങനെയാണെന്ന് പറഞ്ഞു. ആൻഡ് ഇതേ നോൺ കറന്റ് അസറ്റ് സെല്ല് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പ്രോഫിറ്റ് ആണ് വരുന്നതെങ്കിൽ ഈ ഒരു പ്രോഫിറ്റ് നമ്മൾ എവിടെയായിരിക്കും കാണിക്കേണ്ടത്, യെസ്, നമ്മൾ അതർ ഇൻകത്തിലായിരിക്കും ഇത് കാണിക്കുക. സോ ലാസ്റ്റ് വൺ നമുക്ക് പി ആൻഡ് എല്ലിന്റെ കേസ് നോക്കാനുള്ളത് ഫിനാൻസ് കോസ്റ്റിനെ പറ്റിയിട്ടാണ്. യെസ്, എന്താണ് ഫിനാൻസ് കോസ്റ്റ്, നമ്മൾ ബാങ്കിൽ നിന്നും ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ബേസിൽ നമുക്ക് എന്ത് പേ ചെയ്യേണ്ടി വരും, ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ പേ ചെയ്യേണ്ടി വരും. അത് നമ്മൾ എവിടെ കാണിക്കുക, ഫിനാൻസ് കോസ്റ്റിൽ കാണിക്കുക. അതേപോലെ തന്നെ ലോങ് ടേം ഡെപ്റ്റ് സെക്യൂരിറ്റീസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇയർലി അല്ലെങ്കിൽ മന്ത്ലി ബേസിൽ നമ്മൾ ചിലപ്പം എന്ത് പേ ചെയ്യേണ്ടി വരും, ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ പേ ചെയ്യേണ്ടി വരും. അത് എവിടെ കാണിക്കുക, ഫിനാൻസ് കോസ്റ്റ് കാണിക്കുക. സോ ഷോർട്ട് ടേമിന്റെ കേസിൽ ദാറ്റ് മീൻസ് ഷോർട്ട് ടേം ലയബിലിറ്റി ആയിക്കോട്ടെ ലോങ് ടേം ലയബിലിറ്റി ആയിക്കോട്ടെ ഇൻട്രസ്റ്റ് വരുന്നുണ്ടെങ്കിൽ എവിടെ കാണിക്കുക, ഫിനാൻസ് കോസ്റ്റ്. ഓക്കെ, സോ ഇത്രയുമാണ് പി ആൻഡ് എല്ലിന്റെ കേസിൽ നമുക്ക് പറയാനുള്ളത്. അടുത്ത് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷന്റെ കേസിൽ നമുക്ക് ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുക, അതിൽ നമ്മൾ എന്തൊക്കെ ഐറ്റംസ് ആണ് പെർട്ടിക്കുലർലി നോക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് പറയാൻ നോക്കാം. IAS 1 പ്രസന്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രകാരം നമ്മൾ എന്തൊക്കെ ഐറ്റംസ് നോക്കണം. ഫസ്റ്റ് വൺ നമ്മൾ നോക്കേണ്ടത് നോക്കും എങ്ങനെയാണ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് എന്ത് നോക്കണം, കമ്പനിയുടെ പെർട്ടിക്കുലർ നെയിം മെൻഷൻ ചെയ്യണം. പിന്നീട് എന്ത് മെൻഷൻ ചെയ്യണം, റിപ്പോർട്ടിംഗ് ഡേറ്റ് മെൻഷൻ ചെയ്യണം. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഏത് സ്റ്റേറ്റ്മെന്റും ആയിക്കോട്ടെ, നമ്മുടെ SOFP ആയിക്കോട്ടെ, SOPL ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആയിക്കോട്ടെ, റീറ്റെയിൻഡ് ഏർണിങ്സിന്റെ സ്റ്റേറ്റ്മെന്റ് ആയിക്കോട്ടെ, എല്ലാ സ്റ്റേറ്റ്മെന്റിലും നമ്മൾ IAS 1 പ്രസന്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രകാരം ഫസ്റ്റ് എന്ത് കാണിക്കണം, നെയിം കാണിക്കുക പെർട്ടിക്കുലർ കമ്പനിയുടെ. സെക്കൻഡ് എന്ത് കാണിക്കുക, റിപ്പോർട്ടിംഗ് ഡേറ്റ് കാണിക്കുക. സോ ഇവിടെ നോക്കാം, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ ആസ് അറ്റ് 31st December 2013. സോ ഇതാണ് ഫോക്കസ് കമ്പനിയുടെ SOFP.
യെസ്. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് വെച്ച് സ്റ്റാർട്ട് ചെയ്യും? എപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക അസെറ്റ്സ് വെച്ചിട്ടായിരിക്കും. ഓക്കെ, നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക അസെറ്റ്സ് വെച്ചിട്ടായിരിക്കും. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞു അസെറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ട് ക്ലാസ്സിലേക്ക് കാറ്റഗറൈസ് ചെയ്യുന്നു. എങ്ങനെയാണ്? നോൺ കറന്റ് അസെറ്റ് ആയിട്ടും കറന്റ് അസെറ്റ് ആയിട്ടും ക്ലാസിഫൈ ചെയ്യുന്നു. സോ നോൺ കറന്റ് അസെറ്റിന്റെ അകത്ത് ഏതൊക്കെ വരും? പ്ലാന്റ്, ദാറ്റ് മീൻസ് PPE വരും, ഗുഡ്വിൽ വരും, അതർ ഇൻടാഞ്ചിബിൾ അസെറ്റ്സ് വരും. ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഏതിൽ വരും? യെസ്, നമ്മുടെ അസെറ്റ് കാറ്റഗറിയിൽ വരും. ദാറ്റ് മീൻസ് ലോങ് ടേം അസെറ്റ്സിന്റെ കേസിൽ. സെക്കൻഡ് ഏതാണ്? കറന്റ് അസെറ്റ്. കറന്റ് അസെറ്റിന്റെ കേസിൽ ഏതൊക്കെ വരും? ഇൻവെന്ററീസ് വരും, ട്രേഡ് ആൻഡ് അതർ റിസീവബിൾസ് വരും, അതർ കറന്റ് അസെറ്റ്സ് വരും, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് വരും. ഓക്കെ അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഇക്വിറ്റി സൈഡിൽ ഏതൊക്കെ വരും? ഇക്വിറ്റി സൈഡിൽ ഏതൊക്കെ വരും? ഷെയർ ക്യാപിറ്റൽ വരാം, ഷെയർ പ്രീമിയം വരാം, റീറ്റെയിൻഡ് ഏർണിങ്സ് വരാം, ജനറൽ റിസർവ് വരാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇക്വിറ്റി സൈഡിൽ വരാം. ഇനി അടുത്തത് ഏതാണ് നമ്മൾ നോക്കേണ്ടത്? നോൺ കറന്റ് ലയബിലിറ്റീസ്. യെസ്, നോൺ കറന്റ് ലയബിലിറ്റി ഹെഡിങ്ങിൽ ഏതൊക്കെ വരുന്ന നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്, ലോങ് ടേം ബോറോവിങ്സ് വരാം, അതേപോലെ തന്നെ കറന്റ് ലയബിലിറ്റീസ് വരാം. പിന്നെ ഏത് വരാം? യെസ്, ലോങ് ടേം ബോറോവിങ്സ് വരാം, നോൺ കറന്റ് ലയബിലിറ്റീസ്. പിന്നീട് നമുക്ക് ഏത് പറയാം? കറന്റ് ലയബിലിറ്റീസ് പറയാം. കറന്റ് ലയബിലിറ്റീസിൽ ഏതൊക്കെ ഇൻക്ലൂഡ് ആവും? ട്രേഡ് ആൻഡ് അതർ പേയബിൾസ്, അതേപോലെ തന്നെ ഷോർട്ട് ടേം ബോറോവിങ്സ്, പ്രൊവിഷൻസ്, കറന്റ് ടാക്സ് പേയബിൾസ്, ഇതൊക്കെ ഏതിൽ ഇൻക്ലൂഡ് ആവും? കറന്റ് ലയബിലിറ്റീസിൽ ഇൻക്ലൂഡ് ആവും. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുക? നമ്മുടെ SOFP പ്രിപ്പയർ ചെയ്യുക. ആൻഡ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ, ദാറ്റ് മീൻസ് ബേസിക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നുള്ള ചാപ്റ്ററിൽ എങ്ങനെയാണ് നമ്മുടെ ജേർണലിൽ നിന്നും ലെഡ്ജറിലേക്ക് എത്തുക, ലെഡ്ജറിൽ നിന്നും ട്രയൽ ബാലൻസിലേക്ക് എത്തുക, ട്രയൽ ബാലൻസിൽ നിന്നും സ്റ്റേറ്റ്മെന്റിലേക്ക് എത്തുക, ഇത് നമ്മൾ ഡീറ്റെയിൽ പഠിച്ചതാണ്. ഇതേ വേ തന്നെയാണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഫോക്കസ് കമ്പനിയുടെയും അതേപോലെ തന്നെ നമ്മുടെ SOFP SOP പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇവിടെ ഡയറക്റ്റ്ലി നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ജസ്റ്റ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടേ പറഞ്ഞിട്ടുള്ളൂ. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാത്തത്? ഇത്രയും സ്റ്റെപ്സ് ചെയ്യാത്തത്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ഡാറ്റാസ് കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഡാറ്റാസ് കൂടി നമുക്കൊന്ന് വായിക്കാം, നോക്കാം. All tangible assets, including land and building, are combined under the heading property, plant and equipment. Okay. So എല്ലാ ടാൻജിബിൾ അസറ്റ്സും, ഫോർ എക്സാമ്പിൾ പ്ലാന്റ്, ലാൻഡ്, ബിൽഡിംഗ്, ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ ഏതിലാണ് ഇൻക്ലൂഡ് ചെയ്യുക? PPE. ഓക്കെ, അല്ലെങ്കിൽ പ്ലാന്റ്, പ്രോപ്പർട്ടി ആൻഡ് എക്യുപ്മെന്റ്. നോൺ കറന്റ് അസറ്റിന്റെ കേസിലാണ് നമ്മുടെ PPEയുടെ വാല്യൂ എത്രയായിരുന്നു? ഇറ്റ് ഈസ് 427,000. ഓക്കെ, നെക്സ്റ്റ് ഏതാണ്? ട്രേഡ് റിസീവബിൾസ് ആൻഡ് അതർ റിസീവബിൾസ് ഇൻക്ലൂഡിംഗ് വാറ്റ് ഡ്യൂ ആർ കമ്പൈൻഡ് ആസ് ട്രേഡ് ആൻഡ് അതർ റിസീവബിൾ. ട്രേഡ് റിസീവബിൾസും അതേപോലെ തന്നെ അതർ റിസീവബിൾസ് ഒക്കെ നമ്മൾ ഏതിനെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? ട്രേഡ് ആൻഡ് അതർ റിസീവബിൾ എന്ന് പറഞ്ഞിട്ടാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു ഹെഡിങ് ഉണ്ടോ? യെസ്, ട്രേഡ് ആൻഡ് അതർ റിസീവബിൾസ്. എത്രയാണ്? 102,000. പിന്നീട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? പ്രീപേയ്മെന്റ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ അതർ കറന്റ് അസറ്റ്സ്. ബിക്കോസ് എന്തുകൊണ്ടാണ് പ്രീപേയ്മെന്റ് നമ്മൾ അതർ ഹെഡിങ്ങിൽ കാണിക്കുക? ബിക്കോസ് അതെന്താണ്? നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുള്ള ഒരു എമൗണ്ട് ആണ്, കിട്ടാനുള്ള എമൗണ്ട് ആണ് നമ്മൾ ഇവിടെ കാണിക്കുക, റിസീവബിൾസിൽ കാണിക്കുക. ഇതെന്താണ്? നമുക്ക് ഓൾറെഡി കിട്ടിയ എമൗണ്ട് ആണ്, പ്രീപേയ്മെന്റ്. സോ അത് എവിടെ കാണിക്കുക? സെപ്പറേറ്റ് ഹെഡിങ്ങിൽ കാണിക്കുക. അത് 20,000 ആണ്. ദി അലവൻസ് ഫോർ റിസീവബിൾ ഈസ് സെറ്റ് ഓഫ് ഹിയർ. ഓക്കെ, അലവൻസ് ഫോർ റിസീവബിൾ നമ്മൾ എവിടെയാണ് സെറ്റ് ഓഫ് ചെയ്യുക? ഈ ഒരു ട്രേഡ് ആൻഡ് അതർ റിസീവബിൾ എന്ന ഹെഡിങ്ങിലാണ് സെറ്റ് ഓഫ് ചെയ്യുക. അടുത്ത എന്താണ്? ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ബാങ്ക് കമ്പൈൻഡ് ആസ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലന്റ്. ഓക്കെ, സോ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലന്റ് എന്ന് പറഞ്ഞിട്ട് ഇവരൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, വിച്ച് ഈസ് 33,000. ഓക്കെ, അടുത്ത എന്താണ്? Any long-term liabilities such as bank loans, debt securities that are not repayable within 12 months are combined as long-term borrowings. Okay, നമ്മൾ നേരത്തെ പറഞ്ഞു 12 മാസത്തിൽ കൂടുതലുള്ള ലയബിലിറ്റീസ് നമ്മൾ നോൺ കറന്റ് ലയബിലിറ്റീസ് ആണ് കാണിക്കുക. അത് നമ്മൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ലോങ് ടേം ബോറോവിങ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്, വിച്ച് ഈസ് 158,000. ഓക്കെ, 158,000. അടുത്ത നോക്കുക. അതേപോലെ തന്നെ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് നമ്മൾ എവിടെ കാണിക്കണം എന്നാ പറഞ്ഞിട്ടുള്ളത്? നോൺ കറന്റ് ലയബിലിറ്റീസ്. ഇറഡീമബിൾ ഇക്വിറ്റീസ്. ഓക്കെ, അങ്ങനെയാണോ അവർ കാണിച്ചിട്ടുള്ളത്? നോക്കിയേ. യെസ്, ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എവിടെ കാണിച്ചിട്ടുണ്ട്? ഇക്വിറ്റി സൈഡിൽ കാണിച്ചിട്ടുണ്ട്. റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എവിടെ കാണിച്ചിട്ടുണ്ട്? യെസ്, ലയബിലിറ്റി സൈഡിൽ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് കാണിച്ചിട്ടുണ്ട്. അടുത്ത എന്താണ്? Yes, there are detailed disclosure requirement for IAS 1 presentation of financial statement. Yes, IAS 1 presentation of financial statement പ്രകാരം each and every individual item നമ്മൾ എന്ത് ചെയ്യുക?
ദാറ്റ് മീൻസ് ഡിസ്ക്ലോഷർ നോട്ട്സും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ എത്രത്തോളം ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, എത്രത്തോളം അതിൽ ഫുള്ളി പെയ്ഡ് ഉണ്ട്, എത്രത്തോളം അൺപെയ്ഡ് ആയിട്ട് വരുന്നുണ്ട്, എത്രയാണ് നമ്മുടെ പാർ വാല്യൂയും കാര്യങ്ങളൊക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുക, നമ്മുടെ ഡിസ്ക്ലോഷർ നോട്ട്സിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ. പിന്നീട് എന്ത് പറയുന്നു, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് വിച്ച് ആർ ടെക്നിക്കലി റീപേബിൾ ഓൺ ഡിമാൻഡ് ആർ കോൾഡ് ഷോർട്ട് ടേം ബോറോവിങ്സ്. ഓക്കെ. സോ ഷോർട്ട് ടേം ബോറോവിങ്സിൽ എന്ത് ഇൻക്ലൂഡഡ് ആണ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആണ്, വിച്ച് ഈസ് 22,000. ഓക്കെ. അടുത്ത എന്താണ് പറഞ്ഞിരിക്കുന്നത്, ട്രേഡ് പേയബിൾസ് ആൻഡ് അതർ പേയബിൾസ്. ട്രേഡ് പേയബിൾസ് ആൻഡ് അതർ പേയബിൾസ് including what, payee and NIC, sale commission overt, interest payable and accruals are combined as trade and other payables. Okay, trade and other payables ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. നോക്കിയേ, ട്രേഡ് പേയബിൾസിന്റെ കേസിൽ, ട്രേഡ് ആൻഡ് അതർ പേയബിൾസിന്റെ കേസിൽ ഏത് ഹെഡിങ്ങിൽ അത് കാണിച്ചിരിക്കുന്നത്, ട്രേഡ് പേയബിൾ ആൻഡ് അതർ പേയബിൾസ്. യെസ്, ഹിയർ ഇറ്റ് ഈസ്, trade payables and other payables including accruals, which is 36,000. Last one എന്താണ്, current amount of tax payable are shown as separate item under current liability. Yes, current liability അടിയിൽ അങ്ങനെ ഒരു ഐറ്റം ഉണ്ടോ? Yes, current tax payable, which is 11,000. So ഇങ്ങനെയാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുക, നമ്മുടെ SOF പ്രിപ്പയർ ചെയ്യുക. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ SOF പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഓർത്ത് വെക്കുക. ആൻഡ് ഫൈനലി വെറുതെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ കൂടി ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, വെറുതെ നമുക്ക് അക്കൗണ്ടിങ് ഇക്വേഷൻ കൂടി ഒന്ന് ഓർക്കാൻ വേണ്ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. എന്താണ്, അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി. അസറ്റ് എത്രയാണ്, ടോട്ടൽ അസറ്റ് ഈസ് 758,000. ക്യാപിറ്റൽ എത്രയാണ്, ഈക്വൽ ടു ക്യാപിറ്റൽ എത്രയാണ്, ടോട്ടൽ ഇക്വിറ്റി 521,000 പ്ലസ് ടോട്ടൽ ലയബിലിറ്റീസ് എത്രയാണ്, it is current non-current liabilities 158,000 current liabilities എത്രയാണ് 79,000. ഒന്ന് ആഡ് ചെയ്തേ, 521,000 plus 158,000 plus 79,000, which is 758,000. സോ നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു, അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി. അക്കൗണ്ടിങ് ഇക്വേഷൻ നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കമ്പനി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കാനുണ്ടായിരുന്നു. ആദ്യം തന്നെ ഞാൻ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഭയങ്കര ബേസിക് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ദാറ്റ് മീൻസ് നമുക്ക് അറിയുന്ന കുറച്ച് ടേംസിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ആൻഡ് ഫൈനലി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ SOFPന്റെ കേസിൽ എങ്ങനെയാണ് ഓരോ ഐറ്റംസും ഇൻക്ലൂഡ് ആവുന്നത്, അതേപോലെ തന്നെ FOPLന്റെ കേസിൽ എങ്ങനെയാണ് ഓരോ ഐറ്റംസ് ഇൻക്ലൂഡ് ആവുന്നത്, അതേപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കോർ ആയിട്ട് ഓർത്തിരിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഡീറ്റെയിലി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. സോ ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ പറയാനുള്ളത്. സോ നമ്മൾ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മള് സെക്കൻഡ് ചാപ്റ്റർ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. That's all for this day, guys. Okay, bye. Okay, good night.